അയ്യോ അമ്മച്ചിയെ ലൈവ് അല്ലല്ലോ ശിവനെ ഞാനിതിനകത്ത് കാലം പോകുന്നു. ആഞ്ജലി ഹലോ ഹലോ എന്തല്ല ഹലോ എന്റെ നഖം കാണുന്നില്ല അല്ലേ? നഖം മാത്രമേ കാണുന്നുള്ളൂ. അതെ. നാട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി പിങ്ക് എവിടെ പിങ്ക് എവിടെയാണ്. അങ്ങനെ ആരാ ചോദിക്കുന്നത്? ആരാണവർ? നാട്ടുകാര് എന്റെ ലക്ഷക്കണക്കിന് വരുന്ന 2000 ഫോളോവേഴ്സ് ചോദിക്കാൻ തുടങ്ങി. ആ അത് കുഴപ്പമില്ല. എന്റെ നാട്ടുകാരാണെങ്കിൽ ഞാൻ പേടിക്കണം. ഓക്കെ. അപ്പോ ആ, നമ്മള് ഈ മറ്റേ ഐശ്വര്യമായിട്ട് ഉം, മുസ്ലിം യുവാക്കളുടെ പേടി സ്വപ്നമായ പിങ്ക് യൂണിക്കോണിനെ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് നമ്മൾ ഈ മറ്റേ ടോക്ക് വിത്ത് എമു എക്സ് മുസ്ലിം വുമൺ സീരീസ് തുടങ്ങുന്നത്. അതെ, ഉം, അപ്പൊ അതിന്റെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് എപ്പിസോഡ് അത് ഉം. ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പിങ്ക് യൂണിക്കോണിന് ക്ഷണിക്കുന്നു. അതുകൊണ്ട് രണ്ടു വാക്ക് ഐശ്വര്യ പാർട്ടി ചൊല്ലി 2 തുപ്പൊക്കെ തുപ്പി തുടങ്ങിക്കോളൂ. 2 ഊതി 2 തുപ്പ്. ആ ഉദ്ഘാടനമൊക്കെ ചെയ്യാ, പക്ഷെ തിരുത്തുണ്ട്. എന്താണ്? ജുവാക്കളുടെ പേടി സ്വപ്നം ഞാനല്ല. ആഹാ. ജുവാക്കളുടെ പേടി സ്വപ്നം ഇക്കാന്റെ പാത്ത് തന്നെയാണ്. ഈ മുഖംമൂടി കണ്ടിട്ടാണോ എന്റെ ഹിജാബ് കണ്ടിട്ട് നിങ്ങൾക്ക് പേടി അതല്ല തോന്നുന്നുണ്ടോ? അതല്ല ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ ദിവസവും ജുവാക്കളെ ഓക്കുന്നത് പാത്തല്ലേ. ഏഹ് ഉം. എന്താണ് ഒരു സന്തോഷം, ഒരു മനസ്സുഖം, ഒരു അതെ, ഒരാശ്വാസം. ഉം. അതെ. ഇന്ന് എന്റെ സ്റ്റോറിയിൽ ഒരുത്തൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഉം, ചാക്കിന്റെ ഉള്ളിലുള്ള സ്ത്രീകൾ അവർക്ക് പ്രൗഡായിട്ട് അവർ ഫീൽ ചെയ്യുന്നു, ഉം, അവരെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? അപ്പൊ ഞാൻ ഉം. പറഞ്ഞു, അതിന് അവരെനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. സിമ്പിൾ. ഇതാണ് ഞാൻ പറഞ്ഞത്. അതെ. വെട്ടൊന്ന് മുറി രണ്ട്, അതാണ് പാത്തു. തുണ്ടരണ്ട് അല്ലോ, മുറിന്റെ കാര്യം പറയുന്നത് തെറ്റിദ്ധരിക്കും. ആ മുറിയല്ല കേട്ടോ. ഇത് വേറെ മുറി, നമ്മൾ തേങ്ങാ മുറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. യെസ്. തെറ്റിദ്ധരിക്കുന്നു, സഹോദരി തെറ്റിദ്ധരിക്കുന്നു. അപ്പോ നമുക്ക് ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ തുടങ്ങാം. നമ്മള് എന്താണ് ഇന്ന് പരിപാടി? ഇന്ന് എന്താ പരിപാടി ഒക്കെ? നമ്മള് ആ, എക്സ് മുസ്ലിങ്ങളെ ഇന്റർവ്യൂ ചെയ്യണം. കാരണം എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ ഖുറാൻ ഉം, ഹാർട്ട് കൊണ്ട് വായിക്കൂ, HART, ഹാർട്ട് കൊണ്ട് ആ, വായിക്കൂ. ഹാർട്ട് കൊണ്ട് ആ, വായിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാം വിടുന്നത്. അപ്പൊ ഞാൻ ഹാർട്ട് ഉം, കൊണ്ട് വായിക്കാത്ത കുറെ ആൾക്കാരെ സംഘടിപ്പിച്ചിട്ട് ഇവരോട് ഉം, ചോദിക്കാന്ന് വിചാരിച്ചു, ഹാർട്ട് കൊണ്ട് എന്താണ് നിങ്ങൾ ഉം, വായിക്കാത്തത്, എന്തുകൊണ്ട് നിങ്ങൾ മതം വിടുന്നു? അങ്ങനെ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ട്. ഉം. അപ്പൊ അതിനൊക്കെ ഉത്തരം തരുന്നിട്ട് നമ്മളെ പ്രേക്ഷകരെ ആഹ്ലാദിപ്പിക്കണം. അതാണ് പിങ്കിന്റെ ഒരു ഡ്യൂട്ടി. ശ്രമിക്കാം. നീ ഓക്കെ. കട്ടക്ക് നിൽക്കുകയാണെങ്കിൽ ശ്രമിക്കാം. കട്ടൊക്കെ കൂടെ ഉണ്ടാവും ചങ്കെ. ഓക്കെ. ഉം, സോ പിങ്കിനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എല്ലാവർക്കും പിങ്കിനെ അറിയാം, എന്നാലും ഉം, ആഹ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പിങ്കിനെ കുറിച്ചൊന്ന് പറയോ? എന്താണ്, എവിടെയാണ് വളർന്നത്, ആഹ്, ഉം. ബാല്യമൊക്കെ എങ്ങനെയായിരുന്നു, ചൈൽഡ്ഹുഡ് ഒക്കെ എങ്ങനെയായിരുന്നു, എവിടെ വളർന്നത്? നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് തരും. അതാണ് ഇപ്പൊ പ്രശ്നം. പറയാൻ പറ്റുന്ന ഇൻഫർമേഷൻ വളരെ കുറവാണ്. ഉം. അപ്പൊ എന്ത് ചെയ്യും? മുന്നേറ്റ നാഥ, ആദ്യത്തെ ചോദ്യം തന്നെ നോക്കി. തോട്ടത്ത് ഒരു വടക്കേ മലബാർന്ന് കൂട്ടിക്കോ. വടക്കേ മലബാർ. ഓക്കെ. ആ, അഡ്രസ്? പിന്നെന്താ നീ? ആ വാർഡ് നമ്പർ. വാർഡ് നമ്പർ ഒന്നും തരില്ല. ഉം, ഓക്കെ, എന്നാ വേണ്ട, അതെ, നമ്മൾ അത്രേ ഉള്ളു കുത്തിച്ചെടുക്കുന്നില്ല. ഉം. അപ്പം നമ്മുടെ പിന്നെന്താ നീ ചോദിച്ചത്? ബാല്യം. ബാല്യം എങ്ങനെയായിരുന്നു? ബാല്യം ഒരു ശോകമായ ബാല്യായിരുന്നു. ആഹാ. ആ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെയൊക്കെ. ഒരു മിനിറ്റ്. അപ്പൊ അയ്യോ. നിങ്ങളുടെ, ഞാൻ ഈ മറ്റേ പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം, നിങ്ങളുടെ ഉം, ജീവിതത്തിൽ മതത്തിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു, ഇസ്ലാമിന് എത്രത്തോളം ഉം. ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ചൈൽഡ്ഹുഡിലും വളർന്നു വരുന്ന സമയത്തൊക്കെ? ആ ഇതില് ഞാൻ എനിക്ക് ഭയങ്കര ഭാഗ്യം ഉണ്ടായിരുന്നെന്ന് ഉം, ഒരു രീതിയിൽ വേണമെങ്കിൽ പറയാം. ഉം, ഉം, കാരണം എന്റെ കുടുംബം കുറച്ചൊരു കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ള കുടുംബമായിരുന്നു. ഉം, അപ്പം ഫാദർ പ്രത്യേകിച്ചും. അപ്പൊ അതുകൊണ്ട് തന്നെ നിരീശ്വരവാദി എന്നുള്ള നിലയ്ക്കല്ല, പക്ഷെ ഒരു ആചാരങ്ങളിലൊന്നും അത്ര എന്താണ് പറയാ, ആ ഒരു നിഷ്കർഷ ഉണ്ടായിരുന്നില്ല ഉം, ഉപ്പന്റെ ഭാഗത്തുനിന്ന്. ഉം, പക്ഷെ അതേസമയം എന്റെ ഉമ്മ നല്ല വിശ്വാസി തന്നെയായിരുന്നു. ഉം, അപ്പൊ ചെറുപ്പത്തിലെ എനിക്ക് 50% ഓക്കെയാണ്, ഉം. 50% മാത്രം ഞാൻ ശ്രദ്ധിച്ചാൽ മതി. അതെ. പക്ഷെ അതിന് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഉം, എന്നുവെച്ചാല് ചെറുപ്പം മുതലേ ആ ഒരു കോഗ്നിറ്റീവ് ഡിസണൻസ്. ഉം, ഒരു സൈഡിൽ നിന്ന് നമ്മൾ
ഇതിലൊന്നും ഒരു കാര്യമില്ല, ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് കേൾക്കുന്നു. മറ്റേ ഉം, സൈഡിൽ ഫോളോ ചെയ്യുന്ന ഒരാളും. അപ്പം ഇതിന്റെ നടുവിലായി പോയി ഞാൻ. അപ്പൊ ഉം, എനിക്ക് ഏത് പാത്ത് വേണമെങ്കിലും ചൂസ് ചെയ്യായിരുന്നു. ഉം, ഉം. അപ്പൊ ഞാൻ ചൂസ് ചെയ്തത് ഈ പാത്താണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എനിക്ക് മതത്തിന് ഉം, സ്ഥാനം ഉണ്ടോന്ന് വെച്ചാല് ഞാൻ പറയാ ദൈവത്തിന് സ്ഥാനം ഉണ്ടായിരുന്നു. ഉം, മതത്തിനും ഒരു പരിധിവരെ സ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷെ ആചാരങ്ങൾക്കൊക്കെ വളരെ കുറവ് സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. ഉം. ഞാൻ മുന്നേ ഉള്ള ചില വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ വല്ലാതെ ഇങ്ങനെ മഫ്തയൊന്നും ഇട്ട് നടക്കുന്ന ആ ഒരു ടൈപ്പ്, ജസ്റ്റ് തലയിലൊരു ഷോള് അത്ര ഇടലുണ്ടായിരുന്നുള്ളൂ ചെറുപ്പത്തില്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നിസ്കരിക്കുകയൊക്കെ ചെയ്യും. നോമ്പൊന്നും അങ്ങനെ 30 നോമ്പൊന്നും കംപ്ലീറ്റ് ആയിട്ട് ഒന്നും അധിക കൊല്ലൊന്നും ഞാൻ ഉം, പിടിക്കേണ്ടി ഉം, വന്നിട്ടില്ല. പുറത്ത് പറയില്ലെങ്കിലും വീട്ടിലൊക്കെ കുറച്ചും കൂടി എന്താണ് അക്കോമഡേറ്റിംഗ് ആയിരുന്നു. ഉം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്നെ മതം വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പൊ മദർസയിലൊക്കെ പോയിണ്ടോ? മദ്രസയില് പോയിട്ടില്ല. പക്ഷെ എന്റെ വീട്ടിൽ വന്ന് പഠിപ്പിക്കലായിരുന്നു. വാവ്. ഉസ്താദ് വീട്ടിൽ ഉം, വന്നിട്ട് പഠിപ്പിക്കൂലേ, അങ്ങനെ. അങ്ങനെ പിന്നെ വീട്ടില്. ഞാന് സ്കൂളിൽ പോകുമ്പോ സ്കൂളില് മദ്രസ വേറെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം അതും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മദ്രസയിൽ പോവാതെ നമുക്ക് മദ്രസ കുട്ടിയാവല്ലേ? മദ്രസയിൽ പോവാതെ പൊട്ടിയാവാൻ പല വഴികളുണ്ടല്ലോ. അതെ. പക്ഷെ എന്നാൽ ഏറ്റവും നല്ലൊരു പൊട്ടനാണ് മദ്രസ പൊട്ടൻ. പക്ഷെ ഈ ഉസ്താദുമാര് വരുന്നതാണ് വിറ്റ്. ഉം. ഉസ്താദ് വരുന്നത് എനിക്ക് ഇഷ്ടായിരുന്നു. എന്തേ? കാരണം നമ്മളെ വീട്ടില് അതല്ലേ, ഉം, അതിലാണ് ട്വിസ്റ്റ്. ഉം, ഉസ്താദ് വരുന്നത് എനിക്ക് ഇഷ്ടാവാൻ കാരണം ഉസ്താദ് വരുന്ന ദിവസങ്ങളിൽ ഉം. നമുക്ക് നല്ല ചായയും കടിയും ഉസ്താദിന് ഉണ്ടാക്കുമല്ലോ. ആ, ആ, അപ്പം അത് നമുക്കും കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ചായയും കടിയൊക്കെ കുറച്ച് ഷോകായിരുന്നു. അതെ. ഉസ്താദ് വരുമ്പോ മാത്രം നല്ല ഹോം മെയ്ഡ് സ്നാക്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഉം. ഉസ്താദിന്റെ മുന്നിൽ നമ്മൾ കഴിക്കുമ്പോ കഴിക്കരുതെന്ന് പറയൂലല്ലോ. ആ, അപ്പൊ നമുക്കും കുറച്ച് കിട്ടും. അങ്ങനെ ചില എന്താ നല്ലൊരു ഇതൊക്കെ ഐഡിയ. ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ഈ മുജാഹിദ് ജമാഅത്ത് ഫാമിലിയൊക്കെ പോക്കാണ്. ഇവര് ഉസ്താദുമാരും വീട്ടിൽ വിളിക്കൂല, നല്ല ഫുഡ് ഉണ്ടാക്കൂല, ഒരു ചായയിൽ ഒതുക്കും. ആ അതെ. ആ പിന്നെ ഈ പിന്നെ എനിക്കുള്ളൊരു ചോദ്യം, ഈ മതത്തെ കുറിച്ച് ആ സംശയം തോന്നാൻ കാരണം അതൊരു പ്രത്യേക ഒരു ഇൻസിഡന്റ് ആണോ, അതൊരു സ്ലോ ആയിട്ടുള്ള ഒരു പ്രക്രിയ ഉം ആയിരുന്നോ, എങ്ങനെയായിരുന്നു? ഉം അത് വളരെ സ്ലോ ആയിട്ടുള്ള പ്രക്രിയയായിരുന്നു. ഉം, ആ അത് വെച്ച് കഴിഞ്ഞാല് കുറേ വർഷങ്ങളെടുത്ത പ്രക്രിയ. എനിക്കൊന്ന് ഉം, പാത്തുവിനും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. മിക്ക മിക്ക ഉം, എത്തീസ്റ്റുകൾക്കോ അല്ലെങ്കിൽ എക്സ് മുസ്ലിംസിനും അങ്ങനെ തന്നെ ആയിരിക്കും അവരുടെ ഉം, ജേണി. ഉം, എനിക്ക് തുടക്കത്തിലെ സ്ട്രൈക്ക് ചെയ്തത് ആ, ഈ വൈരുദ്ധ്യങ്ങൾ. ഉം, എനിക്ക് ഫസ്റ്റ് തന്നെ വന്നത് ഈ നമ്മൾ ഇസ്ലാം മതം ബാക്കിയുള്ള നമ്മൾ ഫസ്റ്റ് ഇസ്ലാം മതം വിട്ടതിനെ പറ്റി ഉം, പറയാലോ. ഉം. ഇസ്ലാം മതം ബാക്കിയുള്ള മതങ്ങളെക്കാട്ടും വളരെ ശ്രേഷ്ഠമാണ് എന്നുള്ളൊരു മെസ്സേജ് ആണല്ലോ നമുക്ക് എല്ലാ സ്ഥലത്തു നിന്നും ആ, കിട്ടാം. ഉം, ഉം. ഓക്കെ. അപ്പൊ നമ്മളെ മുമ്പത്തെ. അതിനുള്ള ഉം, ആ നമ്മുടെ കുടുംബത്തിലായാലും ഉസ്താദുമാരുടെ അടുത്ത് നിന്നായാലും കുടുംബക്കാരുടെ അടുത്ത് നിന്നാണെങ്കിലും. ഉം, അപ്പൊ അതിനെന്താ കാരണം എന്ന് നമ്മള് ചോദിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അവര് പറയാ, മറ്റവരൊക്കെ ഈ കല്ലിനെല്ലാം ആരാധിക്കുന്നു. ഉം, ഏഹ് ഉം, വിഗ്രഹാരാധന അതെന്തൊരു മണ്ടൻ സംഭവമാണ്. വിഗ്രഹങ്ങളെ ആരെങ്കിലും ആരാധിക്കുമോ? ഉം, നമ്മൾ ഭയങ്കര അടിപൊളി, ഉം, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നില്ല. നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് ഗോഡ് കുറച്ചും കൂടി അബ്സ്ട്രാക്ട് ആണ്. അപ്പൊ ഉം, അത് നമ്മൾ കേൾക്കുമ്പോൾ എനിക്കും അത് കുറെ ഇത് ശരിയാണല്ലോ, ഒരു ഒരു കല്ലിനൊക്കെ ഉം, ആരാധിക്കുന്നത് എങ്ങനെയാ ശരിയാവാന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നീടാണ് നമ്മള് മക്കയിലുള്ളത് ശരിക്കും ഒരു കല്ലാണെന്ന് ഉം. അറിയുന്നത്, അതെ. അല്ലെ. അപ്പൊ അതൊരു തന്നെ നമ്മൾ വലിയ ക്വസ്റ്റ്യൻ കല്ല്. ചോദിക്കുക, ഇവരെ ആ കല്ലൊന്നും വലിയ ഒന്നുമല്ല, കല്ല്. നമ്മളെ കല്ലുണ്ടാല്. ആ ആ, അതൊരു അൽക്കല്ല്. ആ, അപ്പൊ അത് വിഗ്രഹമല്ലേ, അങ്ങനെ നമുക്ക് തോന്നും. ഉം, പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ വേറെ വൈരുദ്ധ്യങ്ങൾ. ഇപ്പൊ നോമ്പ് പിടിക്കുന്നു. ഉം, ഇപ്പൊ നോമ്പ് പിടിക്കുന്ന സമയത്ത് നമ്മള് എന്താണ് ത്യാഗം, ബലിദാനം ഉം, അന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പിടിക്കുന്നത് അല്ലെ. ഉം. പക്ഷേ വൈകുന്നേരം ആകുമ്പോ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്നത്. അതെ. അപ്പൊ അത് നമുക്ക് തോന്നുന്നത് എന്താണ് ഇത്. അപ്പൊ അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളാണ് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത്, ഉം, ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് തോന്നിയത് വേറൊന്ന്, ഈ 5 നേരം എന്തിനും നമ്മൾ നിസ്കരിക്കുന്നു. ഉം, കാരണം പടച്ചോനെ ഒരു നേരം നിസ്കരിച്ചാൽ പോരെ. ഉം. പടച്ചോനെ നമ്മളെ കാണുന്നുണ്ട്. മലക്കുകൾ നമ്മളെ തോളിന്റെ ഇടതുവശത്തും വലതുവശത്തും മലക്കുകളും ഇരിക്കുന്നുണ്ട് അല്ലെ. അതെ. ഉം, അങ്ങനെയല്ലേ പറയാ. അതെ. പിന്നെന്തിനാണ് നമ്മൾ 5 നേരം, ഓക്കെ 2 നേരം 3 നേരം. അവര് ചേകന്നൂർ സ്റ്റൈലില് ഞാൻ കുറച്ചു കാലം 5 3 മതി. ആ, ഉം, പിന്നെ നമ്മൾ ഒന്നാക്കി. രാവിലെ എണീറ്റ് നേരത്തെ എണീക്കുക എന്നുള്ളത് ഒരു നിർബന്ധമായിരുന്നു ഉം, മദറിന്. അപ്പൊ ഉം, രാവിലെ എണീച്ചിട്ട് നിസ്കരിച്ചാൽ ഒരു ബൗസാവും, ഉം, ബർക്കത്താവും അങ്ങനെ ഉം, പറയും. ഉം, ഉം. അപ്പൊ നമ്മൾ ഒന്നിലേക്ക് ചുരുക്കും. അത് നമ്മുടെ ഒരു എക്സർസൈസ് പോലെ അതെ. എന്നൊക്കെ ബൗസലി ബൗസ രീതിയിൽ. ഇവിടെ വരെ എത്തി. അതെ. ഇപ്പൊ നല്ല ബൗസായില്ലേ. നല്ല ഈ ബൗസായില്ലേ, വാക്കുകളൊന്നും കാണാൻ നല്ല ചിലപ്പോ ബൗസ് ഉണ്ട് ഇപ്പൊ.
ഇതൊന്നും ചിലപ്പോ മനസ്സിലാവില്ലല്ലോ ആൾക്കാർക്ക്. ഇതൊന്നും ബൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വരത്തില്ലല്ലേ? ഇതൊരു ഐശ്വര്യം. ഇതൊന്നും ഐശ്വര്യം അങ്ങനെ പറയാം. ഐശ്വര്യറായി അങ്ങനെ പണ. ഉം. പക്ഷെ അതെ. എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടോ ചെറുപ്പകാലത്ത്? ഇൻസിഡന്റ് ഇങ്ങനെ ഇസ്ലാമിനെതിരെ തിരിക്കാനുള്ള ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടോ? അങ്ങനെ ഒരു ഇൻസിഡന്റ് അങ്ങനെ ഓർക്കുന്നില്ല. ഒരിക്കലും ഇങ്ങനെ ഇസ്ലാം വിടാനല്ല, നമ്മൾ മതത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി ഈ ഉം, ഈ ഈ കാരണങ്ങൾ കൊണ്ട്. ഉം, പിന്നെ നമ്മൾ ആദ്യമൊക്കെ നമ്മുടെ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ, ഉം, നമ്മൾ അങ്ങനെ പുറത്തേക്കൊന്നും പറയില്ല. പക്ഷെ ഞാൻ പുറത്തേക്ക് പറഞ്ഞൊരു സംഭവം എനിക്ക് ഓർമ്മയുള്ളത് ഇതേപോലെ തന്നെ. ഉസ്താദ് നമ്മളെ വീട്ടിൽ പഠിപ്പിക്കാൻ വന്നു. ഉം, അപ്പൊ നമ്മളെ വീട്ടില് ഇങ്ങനെ കഥകളിയുടെ മുഖം ഉണ്ടല്ലോ, ഉം, അത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉം. ഒരു സെക്യുലർ ഹൗസ് ഹോൾഡ് എന്ന നിലയ്ക്ക് ഇങ്ങനെ സ്റ്റെപ്പിന് രണ്ട് വശത്തും രണ്ട് കഥകളികൾ, അതിന്റെ മുഖം മാത്രം. ഇത് ആണുങ്ങളാണ് ഈ കഥ കളിക്കുന്നത്? കഥകളി ആണ് എന്തോ പച്ചവേഷാണ്. ഡബിൾ ഉം. ഹറാം. ഡാൻസ് കളിക്കുന്ന മുമ്പ് അതിന്റെ അതെ. പുറത്ത് ആണ് പെൺവേഷങ്ങൾ ആ ഡാൻസ് കളിക്കുന്നു. അതെ. അതെന്താണ് വേഷം എന്ന് നമുക്ക് നാട്ടിൽ കിട്ടൂലേ ഈ കഥകളിന്റെ അതെ. ഫേസ് അത്. ഉം, അപ്പൊ അതുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ അത്ര ഫോർവേഡ് ആണ് ഈ കഥകളിന്റെ ഫേസ് ഒക്കെ. പക്ഷെ ഉസ്താദ് അപ്പൊ എന്നോട് പറഞ്ഞേ, ഇതെന്താണ് ഇതൊക്കെ വെക്കുന്നത്, ഇത് ഷിർക്കാണെന്ന് പറഞ്ഞു. ഉം, അപ്പൊ നമ്മൾക്ക് ആ സമയത്ത് ഭയങ്കര പ്രൗഡാണ്. നമ്മള് കേരളം, നമ്മളെ ഉം, ഇത് നമ്മുടെ ആർട്ട്. അപ്പൊ അന്ന് ഞാൻ കുറെ ഉസ്താദിനെ അടുത്ത്, ഒരു കുട്ടി തന്നെയാണ്, ഉം, പക്ഷെ അപ്പൊ എന്തോ ഒരു ധൈര്യം വന്നിട്ട് അങ്ങോട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉം, ആ ഒരു ഇൻസിഡന്റ് എനിക്ക് ഓർമ്മയുണ്ട്. ആഹ് അല്ലാതെ ഞാൻ അങ്ങനെ ഫൈറ്റ് ചെയ്തതായിട്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ പൊതുവെ എനിക്ക് കുറച്ചായപ്പോ മനസ്സിലായി ഉം, ഈ മതം ഡിവൈൻ അല്ല എന്ന് ഉം, മനസ്സിലായി. ഇത് മനുഷ്യൻ എഴുതിയതാണെന്ന് നമ്മൾ കുറെ ആയത്തുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഉറപ്പായി ഇത് മുഹമ്മദിന് ഇങ്ങനെ ഉം, കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ട് മൂപ്പര് ഇങ്ങനെ ഒരു ഫേക്ക് ഐഡിയിൽ എഴുതിയതാണെന്ന് ഉം, കുറച്ച് നമ്മൾ ലോജിക്കലി ഉം, ചിന്തിക്കുമ്പോൾ മനസ്സിലായി. ഓക്കെ. ഉം, പക്ഷെ എന്നാലും മുഹമ്മദിൽ എനിക്ക് അത്ര വിശ്വാസമില്ല. മുഹമ്മദ് ഒരു നല്ല പ്രവാചകനെ അല്ല. അത് ഉം, നമ്മൾ ഓൾറെഡി ഒരു ടീനേജ് ഒക്കെ ആയപ്പോ മനസ്സിലായി. ഉം, പക്ഷെ എന്നാലും അള്ളാഹു ഉണ്ട്, പഠിച്ചോണ്ട്. ഉം. അത് ഞാൻ കുറെ കാലം, മുഹമ്മദിന് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ പഠിച്ചോണ്ട്. മുഹമ്മദിന്റെ ഫേക്ക് ഐഡി കറക്റ്റ് ആണ്. ഫേക്ക് ഐഡി കറക്റ്റ് ആണ്. മുഹമ്മദ്, ഞാൻ ഇങ്ങനെയാണ് ആലോചിച്ചത്. ഉം, അള്ളാഹു ഉണ്ട്, ഉം, മുഹമ്മദ് അള്ളാഹുവിനെ യൂസ് ചെയ്യാൻ ഉം, ഫോർ ഹിസ് ഓൺ ബെനിഫിറ്റ്സ്. ഓക്കെ. ആ, പക്ഷെ ക്രിയേറ്റർ ഇല്ലാതെ നമ്മളെ ഹേബൽ അൻവർ ചോദിക്കുന്ന മാതിരി ആ, അങ്ങനെ ഞാൻ ചോദിച്ചിരുന്നു, ഉം. ക്രിയേറ്റർ ക്രിയേറ്റഡ്. ഇല്ലാണ്ട് ഇങ്ങനെ ലോകം ഉണ്ടാവും? തോണി തനിയെ ബിഗ് ഉണ്ടാവുമോ? ബാങ്, അതെ, ബിഗ് ബാങ് ആരുണ്ടാക്കി? അതെ. അങ്ങനെ. ബിഗ് അപ്പൊ ആ ബാങ് ഒരു എന്തായാലും രീതിയിൽ പഠിച്ചവൻ തന്നെ ഉണ്ടാക്കിയത്. ഒരു ബാങ്ക് അല്ലേ? ബാങ്ക് ഉണ്ടാക്കാൻ ഈ ബോംബ് പൊട്ടിക്കണ പോലെ ഈ സാധനം ഉണ്ടാക്കാൻ പഠിച്ചവൻ തന്നെ വേണം. അതുകൊണ്ടാണ് ഇപ്പോഴും ബോംബ് പൊട്ടിച്ചോണ്ടിരിക്കുന്നത് അതെ. അല്ലെ. അതെ. ആ, പഠിച്ചവരിൽ ഇതൊന്നും അപ്പൊ ബാങ്ക് ഉണ്ടാവില്ല. അപ്പൊ ഇൻഫിനിറ്റ് റിഗ്രഷൻ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഉം, പഠിച്ചോ എന്തായാലും ഉണ്ട്. അങ്ങനെ കുറെ കാലം നടന്നു. ഉം, പിന്നെ നമ്മള് കുറച്ചും കൂടി അതൊക്കെ കുറെ കഴിഞ്ഞു. നമ്മള് കോളേജിലൊക്കെ ഉം, ആവുമ്പോഴും നമ്മൾ അഗ്നോസ്റ്റിക് ആയിരുന്നു പിന്നെ ഉം, കുറെ കാലം. ഏഹ് ഉണ്ടാവില്ല എന്ന് പറയാനൊരു മടി. ഉം, ഏഹ് ഉം. ഇനി അഥവാ ബിരിയാണിയും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിലോ ആ. അൽഫാമും കൊടുക്കുന്ന, അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്താണ് സർവമത സമഭാവന, ഓഹോ. അതായത് അമ്പലത്തിലൊക്കെ പോയിരുന്നു. ഉം, അമ്പലത്തിലും പോവും, മറ്റേ ക്രിസ്ത്യൻ പള്ളിയിലും പോവും. പിന്നെ നിസ്കരിക്കുകയും ചെയ്യും. ഉം. അപ്പം കൊടുക്കുന്നത് ബിരിയാണി ആണോ, തൈര് സാദാണോ, പോർക്ക് ഫ്രൈ ആണോ എന്ന് അറിയില്ലല്ലോ. എല്ലാം എല്ലാം കിട്ടിയാലും. എന്തോ ഒന്നുണ്ട്. ഉം, ഭാഗ്യത്തിന് മലബാറിലെ ജൂതന്മാരില്ലാത്തതുകൊണ്ട് സിനഗോഗിൽ പോകാൻ പറ്റിയില്ല. ഇല്ല. അതില് വിഷമമുണ്ട്. പക്ഷെ ബാക്കി എല്ലാ സ്ഥലത്തും അങ്ങനെ പോവലുണ്ടായിരുന്നു. പിന്നെ ഉം, നമുക്ക് എല്ലാ മതത്തിൽപ്പെട്ട സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഉം. അപ്പൊ ഇങ്ങനെ അധികം ഒന്നും ഫൈറ്റ് ആയിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി അങ്ങനെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ കോൺഫ്ലിക്ട്സ് ഒന്നും അധികം എടുക്കാറില്ല. ഇങ്ങനെ ഇപ്പോഴാണ് തുടങ്ങിയത് അല്ലേ? മിണ്ടാതെ കോളിങ്ങിലൊക്കെ വിളിച്ച ഇ- ആൾക്കാര് പറയുന്നൊക്കെ. ഇപ്പോഴും ധൈര്യം ഉണ്ടോ? അതല്ലേ കണ്ണട വെച്ച് വരുന്നത്. നമുക്ക് ധൈര്യമില്ല. രണ്ടുപേർക്കും ഒരു ദിവസം ഈ മാസ്ക് കഴിക്കല്ലേ? എന്നിട്ട് അത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ അടിക്കുമല്ലോ. വാങ്ങാം അത് അല്ലെ? നമ്മൾ അത് നമ്മൾ ഉണ്ടാവല്ലോ. അതെ. അതെന്തായാലും ചെയ്യണം. നീ എപ്പോ അഴിക്കുന്ന അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം ഞാന്. ഞാനൊരു ഏഹ് 10-4 ഫോളോവേഴ്സ് ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഈ 2000 ഫോളോവേഴ്സിന് വേണ്ടിട്ട് മാസ്ക് കഴിക്കണ്ടേ? പൊട്ടത്തി ആവരുത് ഞാൻ. അപ്പൊ കേൾക്കുന്നവരൊക്കെ എല്ലാരും ഫോളോ ചെയ്യാ. ഉം. എത്ര ആയാലും നീ അയക്കും. മാസ്ക് ആണ്. പ്രസിഡന്റ് മാസ്ക് കഴിക്കാം. ഇത് വേറെ അല്ല, ഇത് ഓൺലി ഇതൊന്നും ഫാൻസ് ആണ്. വരത്തില്ലല്ലേ? ഇല്ലല്ലേ. ഞാനൊരു ഓക്കെ. ഞാനൊരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വിഗ് ഒഴിവാക്കണം. എന്നിട്ട് ഓക്കെ. അപ്പൊ പ്രോപ്പർ ഹെയർ എല്ലാരും കളർ ആഞ്ഞു കാണിക്കാം. പിടിച്ച് ഹിക്കാസ് പത്തിന്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റ അക്കൗണ്ടും ഉം, ഫോളോ ആക്കി 1 മില്യൺ അടുപ്പിക്കുക. അപ്പൊ ഉം, അവള് മുഖം കാണിക്കും. അതിന്റെ ഉം. കൂടെ ഞാൻ എന്റെ കണ്ണട വരും. പോരെ? വാവ്.
ഇതിനു വേണ്ടിട്ട് എല്ലാരും കൂടി എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇല്ലാത്തോണ്ട് ഞാൻ നിന്റെ ചാനലിന്റെ കൂടെ ടാഗ് കൂടെ ചെയ്യാം. അങ്ങോട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാം അല്ലേ? അൺബോക്സിങ് ഓൺലി ഫേസ് ഓൺലി ഫേസ്. ഉം. പിന്നെ എന്റെ അടുത്ത ചോദ്യം, ഈ ആ മുസ്ലിം ആയിട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്യാനേ പറ്റില്ല, അങ്ങനെ ഒരു തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷം ഉണ്ടായിരുന്നോ? ആ ഈ അത് മതത്തിനോട് നിമിഷല്ല, അത് ഉം, അത് നമ്മള് സൂറ അൽ നിസ വായിച്ചപ്പോ അത് ഉം, തീരുമാനിച്ചു. ഉം. അതെ. അപ്പൊ നമ്മളിങ്ങനെ ഒരു അഴകുഴമ്പൻ വിശ്വാസിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉം, നടക്കുകയായിരുന്നു. ഉം, പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന ഉസ്താദ്, അവര് സുന്നി ഉസ്താദ്, ഓക്കെ, ഉം, അവര് വലിയ കുഴപ്പമില്ല, ഉം, നോട്ട് ഡേഞ്ചറസ് പീപ്പിൾ ഉം, അല്ലെ. ഉം, പക്ഷെ നമ്മൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ കുറച്ചും കൂടി എന്താ പറയാ, കുറച്ചും കൂടി സ്ട്രിക്റ്റ് ടൈപ്പ്, അതായത് ഈ ഒരു ജെൻഡർ ഉം, സെഗ്രിഗേഷൻ അതൊക്കെ നമ്മൾ കാണാൻ തുടങ്ങി. ഒരു ഉം, മുസ്ലിം സ്കൂളിലായിരുന്നു ഉം, പോയത്, ഓക്കെ. അപ്പം അവിടുത്തെ ഉസ്താദ്, ഞാൻ ചില സമയത്ത് തട്ടടാതെ ഒന്ന് നടക്കും ഉം, സ്കൂളിൽ, ഉം, ഓക്കെ. അത് പക്ഷെ മദ്രസ സമയത്ത് തട്ടിടും, ഉം, പിന്നെ തോന്നുമ്പോഴൊക്കെ ഇടും, അങ്ങനെയൊക്കെ. അപ്പൊ ഇത് ഈ ഉസ്താദ് കണ്ടുപിടിക്കുകയും ഒരു ദിവസം ക്ലാസ് പ്ലാൻ ചെയ്ത ടോപ്പിക്ക് മാറ്റിയിട്ട് എന്നെ പറ്റി മൂപ്പര് ക്ലാസ് എടുക്കുകയും ചെയ്തു. എന്നെ പറ്റി എന്ന് വെച്ചാൽ ഞാനാണെന്നൊന്നും പറയാതെ ഇങ്ങനെ എല്ലാവരുടെ മുന്നിലും മുടി കാണിച്ച് നടക്കുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് wow. അങ്ങനെ വളരെ എന്നെ നോക്കിക്കൊണ്ട് ക്ലാസ് എടുക്കുക. എന്റെ തൊലി ഉരിഞ്ഞു പോയി അതുപോലെ. എത്ര ക്ലാസ്സിലായിരുന്നു ഈ സമയം ഇത്? ഇതൊരു 11th ഓഹോ. 11th ഉം, ആ. അപ്പം അങ്ങനെ പിന്നെ മൂപ്പര് നോട്ടപ്പുള്ളി ആവുകയും ചെയ്തു ഉം, അതിനുശേഷം. അപ്പൊ ഇയാൾക്ക് എന്നെ നന്നാക്കിയാലേ ഉള്ളൂ മതിയാവുള്ളൂ. ഉം, അങ്ങനെ ഇയാൾ എനിക്ക് കുറച്ച് പുസ്തകങ്ങളൊക്കെ തരികയുണ്ടായി ഉം, നന്നാവാൻ വേണ്ടിയിട്ട്. ഉം, അപ്പൊ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞതാണ്, സൂറ അൻ നിസ ഉണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി എഴുതിയതാണെന്ന് പറഞ്ഞു. ഉം, അപ്പൊ നമ്മളിത് കൂടുതൽ സൂറ അൻ നിസ വായിക്കാൻ പോയപ്പം അതില് സ്ത്രീകൾക്ക് വേണ്ടി എഴുതിയ സൂറത്തില് സ്ത്രീ വിരുദ്ധത അല്ലാതെ വേറെ ഒന്നുമില്ല, ഉം, ഓക്കെ. അതോടുകൂടി നമുക്ക് ഇതിന്റെ സ്ത്രീവിരുദ്ധമാണ് ഈ മതം എന്ന് നമുക്ക് അറിയായിരുന്നെങ്കിൽ ഉം, കൂടിയിട്ടും ഇത്രയ്ക്കും ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി എന്ന് എന്ന് നമുക്ക് പറഞ്ഞിട്ട്. മനസ്സിലായി. ഉം, അതായത് പിന്നെ നമുക്ക് ദൈവത്തിനെ പോലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഉം, അപ്പൊ എന്ത് ദൈവം തന്നെ ഉണ്ടാക്കിയതാണല്ലോ, അല്ലെങ്കിൽ പഠിച്ചവൻ തന്നെ ഉണ്ടാക്കിയതാണല്ലോ സ്ത്രീനെയും പുരുഷനെയും. ഉം, അപ്പം എന്തുകൊണ്ട് ഒരു ജെൻഡറിനെ മാത്രം ഇത്ര തരം താഴ്ത്തി കാണിക്കുന്നു? അപ്പം ഉം, അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ വരികയും മതം വിടാനും, മീൻസ് ദൈവം തന്നെ ഇല്ല എന്നുള്ള തോന്നലിലേക്കും കൂടി വരികയാണ്. പിന്നെ നമ്മൾ ബാക്കി മതങ്ങൾ നോക്കുമ്പോൾ അവിടെയുണ്ട് സ്ത്രീ വിരുദ്ധത, ഉം, അവരത് ഫോളോ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അതെ. അപ്പം എല്ലാ മതങ്ങളും എല്ലാ ദൈവങ്ങൾക്കും സ്ത്രീകളോട് എന്താണ് എന്തോ ഇത്ര വിരോധമുണ്ട്. ഒരു ഉം, എന്തോ വിരോധം എനിക്ക് തോന്നിയിട്ടില്ല അത്. അതെ. അതും വേർജിനിറ്റി, ഈ മതങ്ങളിലൊക്കെ ഞാൻ കാണുന്ന ഒരു സംഭവമാണ് വേർജിനിറ്റിയോടുള്ള ഒരു ഒബ്സഷൻ. ഒരു ദൈവത്തിന് ഒബ്സഷൻ, അതെ. വേർജിനിറ്റിയോട് ഒബ്സഷൻ കാണിക്കേണ്ട ആവശ്യമില്ല, മോഡസ്റ്റി, പുരുഷന്മാർക്കല്ലേ ഇതുള്ളൂ. ചാസ്റ്റിറ്റി, അതെ. ഉം, അതെ അതെ. പിന്നെ പഠിച്ചോൻ തന്നെ ഉണ്ടാക്കിയതാണല്ലോ വെർജിനിറ്റി ഇത്ര ഇമ്പോർട്ടന്റ് ആണെങ്കിൽ പഠിച്ചോന് വേറെ ടെക്നിക്സ് ഒക്കെ വരുത്താലോ വെർജിനിറ്റി പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു അല്ലെ. അതെ. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോ പിന്നെ നമ്മൾക്ക് ഉം, മനസ്സിലായി ഇതൊരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ളതാണ് എല്ലാ മതങ്ങളെന്നും, ഉം, പുരുഷന്മാർ തന്നെ എഴുതി ഉണ്ടാക്കിയതാണ് ഈ മതങ്ങളെന്നും ഉള്ള തിരിച്ചറിവ് വരികയും ഉം, പിന്നെ വേറെയും കുറച്ച് സംഭവങ്ങൾ, അതായത് എനിക്ക് ഷോക്കിംഗ് ആയിട്ട് എങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞതെന്ന് എനിക്ക് ഇപ്പം ഓർക്കുന്നില്ല. മതം വിട്ട ആളുകളെ കൊല്ലണം, ഉം, അത് വായിച്ചതോടുകൂടിയാണ് ഇങ്ങനത്തെ ഒരു മതം നമുക്ക് ഒരിക്കലും നമ്മൾ ഇതുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. മതം വിടാനുള്ള കാരണം തന്നെ വേണമെങ്കിൽ പഠിച്ചോനെ ഇല്ലാതാക്കാലോ. ഉം, ഇപ്പൊ ഞാൻ മതം വിട്ടു, പഠിച്ചോന് വേണമെങ്കിൽ തീരുമാനിക്കാലോ. ഉം, പിങ്കി മതം വിടണ്ടെന്ന് പഠിച്ചോന് വേണമെങ്കിൽ തീരുമാനിക്കാം. പഠിച്ചോൻ തീരുമാനിക്കാത്തടത്തോളം കാലം ഞാൻ ചെയ്യുന്നത് പഠിച്ചോന്റെ വിധി തന്നെയല്ലേ. അതെ. അപ്പൊ പിന്നെ എന്നെ കൊല്ലാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെ പഠിച്ചോന് കൊടുക്കാം? ഉം, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നതോടുകൂടി പിന്നെ കൂടുതൽ വയലന്റ് ആയിട്ടുള്ള ഉം, ആയത്തുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതോടുകൂടി വിടുകയാണ് ഉണ്ടായത്. പിന്നെ അപ്പോഴും നമ്മൾ സൈലന്റ് ആയിട്ടാണ്, നമ്മൾ വിട്ട കാര്യമൊന്നും അങ്ങനെ എല്ലാവരോടും ഒന്നും പറയാനൊന്നും ഉം, പോവാതെ ഇങ്ങനെ ക്വയറ്റ് ആയിട്ട് തന്നെ നടക്കുന്നു. പിന്നെ കുറച്ചും കൂടി നമ്മൾക്ക് അറിഞ്ഞ കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത്, കൂടുതൽ പേരോട് പറയണമെന്ന് തോന്നിയത് ഇപ്പം ഈ അടുത്ത് നമ്മള് ഈ മതം പൊളിറ്റിക്സിലേക്ക് വരികയും ഉം, സാധാരണ ആളുകളുടെ ജീവിതം അത് ദുസ്സഹമാക്കുകയും ഉം, ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഉം, ഈ മതം പ്രത്യേകിച്ച് ഉം, അല്ലെ, ബാക്കിയുള്ള മതങ്ങളെ കമ്പയർ അതെ. ചെയ്യുമ്പോൾ ഉം, എല്ലാത്തിലും ഇടപെടുന്നു. ഉം, അപ്പം ഒരു പ്രൈവറ്റ് അഫയർ ആയിട്ട് കൊണ്ട് നടക്കുന്നു ബാക്കി മതങ്ങളൊക്കെ. പക്ഷെ ഉം, ഇത് മാത്രം ഇതിനെന്തോ ഒരു കൊമ്പ്. അതെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ മാത്രമല്ല ഈ ഒരു വിക്ടിം കാർഡ് ഉം, എന്ത് പറഞ്ഞാലും
ഇസ്ലാമോഫോബിയ. അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് എല്ലാ സ്ഥലത്തും കാണാൻ തുടങ്ങിയതോടു കൂടിയാണ് നമ്മള് അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ അതെ മതത്തിൽ ഉണ്ടായിരുന്ന ഒരാള് എന്ന നിലയ്ക്ക് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പറയണം. ഈ മതത്തിൽ എന്താണ് ഉം, ഉള്ളതെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അതെ അഴകുഴമ്പനായിട്ടുള്ള വിശ്വാസികളും മനസ്സിലാക്കണം, മറ്റു മതസ്ഥരും മനസ്സിലാക്കണം. ഉം, പിന്നെ പൊതുവെ സ്ത്രീകള് ഇതില് വരുന്നില്ല. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഞാനും പത്തും മാത്രല്ലേ ഉള്ളൂ. ഉം, അപ്പൊ കൂടുതൽ സ്ത്രീകൾക്കും കൂടി നമ്മുടെ വോയിസ് കേൾക്കുകയാണെങ്കിൽ അവർക്കും കൂടി ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ഉം, എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് വൈ നോട്ട് എന്ന് ചിന്തിച്ചത് ഈ സമയത്താണ്. അതെ അല്ലാതെ ജസ്റ്റ് ബാക്കി മതങ്ങളമാതിരി അത് ക്വയറ്റ് ആയിട്ട് ഫോർ ഈച്ച് ദെയർ ഓൺ ഉം, വാട്ട് എവർ ഫ്ലോട്ട് യുവർ ബോട്ട് ഉം, എന്നുള്ള രീതിയിൽ പോവാണെങ്കിൽ നമ്മളും അതിനെ പറ്റിയൊന്നും പറയാനൊന്നും പോകുന്നില്ല. അതെ അതെ അല്ലേ? അതെ എന്താണ് ഈ ഒരു റീസൺ പാത്തുവിനായിട്ട് കൊണ്ട് തന്നെയാണ് പറയാനുള്ളത്? അതെ ഈ ഒരു റീസൺ കൊണ്ടാണ് ഇവര് പറയും നിങ്ങൾക്ക് മതവിമർശനം ഉണ്ടെങ്കിൽ നിങ്ങൾ തലയിൽ വെച്ച പോലെ പുറത്ത് പറയണമെന്നുള്ളതിന്റെ ഉത്തരമാണ് ഇത് അല്ലേ നമ്മള് ഉം. ബാക്കിയുള്ള ഏത് മതമാണെങ്കിലും ചിലപ്പോൾ നമുക്ക് തലയിൽ വെക്കായിരുന്നു ബുദ്ധിസ്റ്റ് ഒക്കെ ആണ് ഒരു ബുദ്ധിസ്റ്റിന് ഉം. വേണമെങ്കിൽ ഉള്ളിൽ വിമർശിച്ചിട്ട് ഒരു ആ ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞു പക്ഷെ നമ്മളൊരു ആ ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ വീട് വന്ന് കത്തിക്കൂലേ അപ്പൊ ആ അതെ. ഒരു അതുകൊണ്ട് തന്നെ സാഹചര്യം ഇപ്പൊ ഉം, പാത്തു ഇപ്പം പാത്തുവിന് മുഖം കാണിക്കാൻ പറ്റുന്നില്ല അതെ അല്ലേ? എന്ത് അത് നല്ലൊരു അത് മോന്തയാണ് കാണിക്കാൻ പറ്റാത്തല്ലേ അത് ഞാൻ പറയട്ടോ, പാത്തുവിന്റെ മുഖം കണ്ടാ പിന്നെ നിങ്ങൾ ഞെട്ടും. അതുകൊണ്ട് നിങ്ങൾ വേഗം 1 മില്യൺ സബ്സ്ക്രൈബർ ആക്കും. അത് ഞാൻ ആ. അംഗീകരിക്കുന്നു എന്നെ പൊക്കുന്നൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഓക്കെ ആ. അപ്പൊ ഇത്ര നല്ലൊരു മുഖമുള്ള ഒരു പാത്തുവിന് അത് കാണിക്കാൻ പറ്റുന്നില്ല അല്ലേ? ആ. അതെ അതുപോലെ നമ്മള് ഈ കണ്ണട ഇട്ട് വരുമ്പോ എല്ലാരും എല്ലാ വീഡിയോന്റെ താഴെ കണ്ണു പൊട്ടിയാണോ, കണ്ണു കാണൂലേ, എന്തൊരു കണ്ണ് ജാടത്തേണ്ടി, ചീഞ്ഞോ ഇത്തരയൊക്കെ കണ്ണ് ചീഞ്ഞിരിക്കുകയാണോ, ഉം, ജാടത്തേണ്ടി, ഇമാര് ഇതൊക്കെ ഒരു ഗതികേട് അല്ലേ? അതെ ആ. അപ്പൊ അപ്പം അങ്ങനെ ഒരു സ്ഥിതി, അങ്ങനെ ഒരു എന്താണ് ഒരു ഫിയർ സ്പ്രെഡ് ചെയ്യുന്ന ഒരു മതത്തിന് എതിരെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ പറയണം എന്ന് തോന്നി. അതെ അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 10 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ വെറുതെ പറയേണ്ട ചിലപ്പോൾ വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ എക്സ്ട്രീമിസം ഇസ് ഓൺ ദ റൈസ് അല്ലേ UK ഇരുന്ന് ഉം. പോലും ഇസ്ലാം വിമർശിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ പിന്നെ വിമർശിക്കണ്ടേ ആ. ഒരു അതെ. സെക്യുലർ അതിന്റെ രാജ്യമായിട്ടുള്ള വേറൊരു UK വിമർശിക്കാൻ പറ്റില്ല പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ആ. വിമർശിക്കണം വിമർശിക്കണം. പിന്നെ എല്ലാവരും ഇതിനെ ഒരു ചക്കരക്കുട്ടി, ഒരു ഉം, പാമ്പർ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാം. പക്ഷെ അതേ സമയം തന്നെ ഏറ്റവും അധികം എക്സ്ട്രീമിസവും കാണിക്കുക. അതെ എക്സ്ട്രീമിസം കാണിക്കുന്നതിന്റെ കൂടെ തന്നെ അതിനെ പാമ്പറും ചെയ്യുക. അതെന്തൊരു വിരോധാഭാസം എക്സ്ട്രീമിസ്റ്റിന് അല്ലെ? പാമ്പർ ചെയ്യുന്നത് എപ്പോഴും ഈ മോഡറേറ്റ് മുസ്ലിംസ് അല്ലേ കാരണം ഇതിപ്പോ നമ്മൾ ഈ സെയിം ലോജിക്കാണ് എന്നെ അടിച്ചാല് എന്നെ സ്കൂളിൽ ബുള്ളി ചെയ്താല് ഞാനൊന്നും ചെയ്യില്ല പക്ഷെ എന്റെ ബിഗ് ബ്രദർ വന്നിട്ട് തിരിച്ചടിക്കും ഈ സെയിം ലോജിക്കാണ് ഈ ഉം. മോഡറേറ്റ് മുസ്ലിംസ് ചെയ്യുന്ന കണ്ടല്ല ഞങ്ങളൊന്നും പറയില്ല നമ്മൾ ഇവരെ കോഡിലെയും പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും ഉം. പറഞ്ഞാൽ മറ്റൊരു വന്ന് നിങ്ങൾ വീട് എത്തിക്കും അല്ലെങ്കിൽ മറ്റൊരു വന്ന് നിങ്ങൾ കൊല്ലും കാരണം ഉം. അവർക്കറിയാം അവരെ ഡിഫെൻഡ് ചെയ്യാൻ ബിഗ് ബ്രദർ ഉണ്ട് എന്നുള്ളത് അല്ലേ അതെ. അതെ. മോഡറേറ്റ് മുസ്ലിംസ് കുറച്ചും കൂടി വോക്കൽ ആവേണ്ടതാണ്. ഇറ്റ്സ് അബൌട്ട് ടൈം അല്ലെ? അതെ ഉം അവര് എന്താണ് അത്, അതൊരു കംഫർട്ടബിൾ പൊസിഷൻ ഉം എന്നേ ഞാൻ പറയാം. അതെ ഏഹ് അവർക്ക് എല്ലാ പ്രിവിലേജസും കിട്ടുന്നു. ഉം അവർക്ക് അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് അതിനെതിരെ പറയാൻ, നമ്മളൊക്കെ പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഉം ഒറ്റപ്പെടലുകളും നമ്മൾ നേരിട്ടിട്ടുണ്ട്. അവർക്ക് അതൊന്നും നേരിടാതെ സുഖസുന്ദരമായിട്ട് ജീവിക്കുക. അതേസമയം അവര് ശരിക്കും വിശ്വാസികളൊന്നും ആയിരിക്കില്ല, ഉം പലരും മുനാഫിക്കുകളായിരിക്കും അല്ലെ? ഉം ഉം ആ. പക്ഷെ അവരുടെ തണലിലാണ് എക്സ്ട്രീമിസം വളരുന്നത്. അത് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. അതെ അതെ തണല് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ഉം. പക്ഷെ പിന്നെ സം പീപ്പിൾ ഉം എനിക്ക് മനസ്സിലാക്കാം. ഉം അവർക്ക് അവരുടെ കുടുംബ സാഹചര്യങ്ങൾ കാരണം ഉം നമ്മളൊക്കെ ആ വഴിയിലൂടെയൊക്കെ നമുക്ക് ഉം മനസ്സിലാക്കാം. അവർക്ക് പറയാം എല്ലാവരും എക്സ് മുസ്ലിം ആവണമെന്നൊന്നും എന്റെ അഭിപ്രായം എനിക്കില്ല. അല്ല നമുക്കും ഖുറാൻ പക്ഷെ പറയുന്നതല്ലേ പറയാനുള്ളൂ ഈ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾ ജിഹാദ് ചെയ്യുക അല്ലെ തിന്മ തടയാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും തടയുക ആ സെയിം സാധനം നേരെ ഫ്ലിക്ക് അതെ. പലരും വളരെ പ്രിവിലേജ്ഡ് ആണ് കേട്ടോ. ഉം പലർക്കും സ്വന്തം ആ, ജോലിയുണ്ട്, പ്രോഗ്രസീവ് ഫാമിലീസ് ആണ്. ഉം അങ്ങനെയുള്ളവരെങ്കിലും കുറച്ചും കൂടി ഒരു ധൈര്യം കാണിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉം ഉം yeah. ഈ ഇതില് പിന്നെ ഈ ബുക്സ് വീഡിയോസ് അല്ലെങ്കിൽ ചില ഉം. വ്യക്തികൾ എന്തെങ്കിലും ഈ മതം വിടുന്ന പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അന്ന് എനിക്ക് പാത്തുനെക്കാട്ടി കുറെ അധികം പ്രായമുണ്ട്. അതുകൊണ്ട് അന്ന് വീഡിയോ ഒന്നുമില്ല. അതൊന്നും അന്ന് നാട്ടുകാരെ യൂട്യൂബ് ഒന്നും. അറിയിക്കണ്ട നമ്മളതൊക്കെ അങ്ങോട്ട് സീക്രട്ട് ആക്കി വെക്ക ഉം. അപ്പൊ അന്ന് യൂട്യൂബ് അതൊന്നുമില്ല. പുസ്തകങ്ങള് സ്വാധീനിച്ചിട്ടുണ്ട്. ആ,
MN കാരശ്ശേരിന്റെ ഒക്കെ പല ഉം. പുസ്തകങ്ങളും സ്വാധീനം. അദ്ദേഹത്തിന് എനിക്ക് ചെറുപ്പത്തിൽ തന്നെ നേരിട്ട് കാണാനുള്ള ഒരു ഓ. അവസരം ഉം ഉണ്ടായിരുന്നു. ഉം ഉം ഉം. അപ്പം ആ സമയത്ത് അദ്ദേഹം നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. ഉം. പിന്നെ കുറെ ആക്ച്വലി ഫെമിനിസത്തിൽ നിന്നാണ് കുറച്ചും കൂടി ഒരു ഊർജം കിട്ടിയതെന്ന് ഉം. കൂടി പറയാം മതം ഉം. വിടാനുള്ള. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ത്രീ വിരുദ്ധതയാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇത് ഉം. വിടാനായിട്ടുള്ള. ഉം. അപ്പൊ അത്തരത്തിലുള്ള കുറച്ചും കൂടി ഫെമിനിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂലുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദാറ്റ് എയ്ഡ്സ് ഇൻ ദ ഉം. എക്സിറ്റ് ഫ്രം റിലീജിയൻ ആസ് ഉം. വെൽ, അങ്ങനെ ഉം. കൂടി വേണമെങ്കിൽ പറയാം. ഉം. പിന്നെ കുറച്ചും കൂടി വലുതായപ്പോ ഞാൻ അഗ്നോസ്റ്റിക് ഒക്കെ ആയി നടത്തുന്ന സമയത്ത് എന്നാലും ഉണ്ടോ, എന്നാലും അത് പറയാനൊരു മടി. ദൈവം ഇല്ല എന്ന് പറയാൻ മടി. ഉം. പഠിച്ചോനല്ല ദൈവം, എന്തോ ഒരു ഐൻസ്റ്റീന്റെ ദൈവം, ഉം. അങ്ങനെയൊക്കെ ഒരു ദൈവം, എന്തോ ഒരു അബ്സ്ട്രാക്ട് യൂണിവേഴ്സ്, ഗോഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ചു കാലം നടന്നിരുന്നു. ഉം. ആ സമയത്ത് എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തതാണ് ഈ ജോർജ് കാർലിന്റെ കുറെ ഉം. സ്റ്റാൻഡപ്പ് കോമഡീസ് ഉം. ഉം. ഉണ്ടായിരുന്നു. ഉം. റിലീജിയനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം വളരെയധികം ഉം. എന്താണ് ഷാർപ്പ് ആൻഡ് വിറ്റി ആയിട്ട് ഉം. ഉം. ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഉം. ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് സ്റ്റാൻഡപ്പ് കോമഡീസ് ഉം. ഉണ്ട് അദ്ദേഹത്തിന്റെ. ഉം. അതൊക്കെ കണ്ടപ്പോഴാണ് കുറച്ചും കൂടി ധൈര്യം കിട്ടിയത്. ഇത് ദൈവവും ഇല്ല എന്ന് വെച്ചാൽ ഉം. എല്ലാം വിട്ട് ഉം. നമ്മള് ബ്ലഡി എത്തീസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ആവാൻ ഉം. പറ്റും. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ RC, ഉം. രവിചന്ദ്രൻ C ഉം. ഇവരുടെയൊക്കെ പ്രഭാഷണങ്ങൾ കേൾക്കുകയും, പക്ഷെ അപ്പോഴും നമ്മൾ ഈ എക്സ് മുസ്ലിം ഉം. എന്നുള്ള ഒരു സംഭവം അന്നൊന്നും ഇല്ല. ഉം. ഏത്തീസ്റ്റ് ഉണ്ട്, യുക്തിവാദി. ആക്ച്വലി ജബ്ബാർ മാഷ്, ഉം. ജബ്ബാർ മാഷയെ മുന്നേ ഞാൻ ഈ ഒരു സർക്കിളിൽ ഫസ്റ്റ് കേട്ടത് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ആ ആ യുക്തിവാദി ഉം. സംഘത്തിലുള്ള ഉം. അദ്ദേഹം ഒരു മദർ മേരീന്റെ ഒരു സ്റ്റാച്യൂന്ന് വെള്ളം ഇങ്ങനെ വരുന്ന ഉം. ഒരു മിറാക്കിളിനെ ചോദ്യം ചെയ്തുകൊണ്ട് പണ്ട് ഉം. ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഉം. വീഡിയോയോ മറ്റോ. ഉം. അതാണ് ഞാൻ ഈ ഒരു യുക്തിവാദി സംഘത്തിനെ കാണുന്ന ഫസ്റ്റ് വീഡിയോ ഉം. അതായിരുന്നു. വീഡിയോ ആണോ റൈറ്റപ്പ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ മുഹമ്മദ് ഖാന്, പിന്നെ ജബ്ബാർ മാഷ്, RC, ഉം. അങ്ങനെ യുക്തിവാദി സംഘത്തിന്റെ ഒരുപാട് വീഡിയോസ് അപ്പത്തേക്ക് നമ്മൾ വിട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഉം. പക്ഷെ ഈ തോട്ട്സ് ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉം. ഇവരുടെയൊക്കെ ചിന്തകൾ ഒരുപാട് എന്താണ് ഉം. സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ അന്ന് നമ്മൾ എന്താണ് ഏത്തീസ്റ്റ് എന്ന നിലയ്ക്ക് ഓക്കെ, ഇനി നമ്മൾ ഏത്തീസ്റ്റ് തന്നെയാണ്, ബ്ലഡി ഏത്തീസ്റ്റ് അങ്ങനെ. പക്ഷെ ഉം. പിന്നീടാണ് ഈ എക്സ് മുസ്ലിം തന്നെ പറയണം, ഏത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, എക്സ് മുസ്ലിം തന്നെ നമ്മൾ പറയണം എന്നുള്ളത് വരുന്നത് പിന്നീട് നമ്മൾ നമ്മുടെ ആരിഫിന്റെ, ഉം. ലിയാഖത്തിന്റെ വീഡിയോസ് കാണാം. അവരാണ് കുറച്ചുകൂടി എന്താണ് ഉം. എക്സ് മുസ്ലിം എന്നുള്ള ടാഗ് തന്നെ വേണം എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾക്ക് ഉം. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നു. ബാക്കിയുള്ള മതങ്ങൾ വിട്ടിട്ട് എത്തീസ്റ്റ് എന്ന് പറയുന്ന പോലെയല്ല, നമ്മൾ വിടുമ്പോ അതിന്റെ ജേർണി കുറച്ചും കൂടി ടഫാണ്. അതുകൊണ്ട് അതെ. നമ്മൾ ആ ഉം. ടാഗ് തന്നെ ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു സ്റ്റാൻസ് ഉണ്ടല്ലോ ഉം. ആരിഫിന്റെ ഒക്കെ, അതൊക്കെ നമ്മൾ അഗ്രി ചെയ്യും. പിന്നെ ആ ഒരു നിലയ്ക്ക് തന്നെ എക്സ് മുസ്ലിം ഉം. എന്ന നിലയ്ക്ക് തന്നെ വരുന്നത്. അതെ. അതില് എനിക്കൊരു ആഡ് ഓൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ഇപ്പം കുറെ ഫെമിനിസ്റ്റ് തിയറി വായിച്ചപ്പോ റിലീജിയന്ന് അകന്നു പോയി എന്ന് പറയുന്നുണ്ടല്ലോ. ശരിക്കും ഇത് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കല്ലോ. ചില ആൾക്കാർ ഈ ഫെമിനിസം കുറെ പറഞ്ഞിട്ട് ഇസ്ലാമിക് ഫെമിനിസത്തിലോട്ട് അങ്ങോട്ട് കൂട്ടിക്കുഴയ്ക്കും. എന്നിട്ട് ഇസ്ലാമാണ് ആ ഫെമിനിസ്റ്റ് റിലീജിയൻ എന്ന് അങ്ങോട്ട് പറഞ്ഞോളും. സോ എന്തുകൊണ്ട് ആ ഒരു എന്താ പറയാ ട്രാജക്ടറി വന്നില്ല ഈ വീഴുന്നതിന്റെ അടുക്ക്? മീൻസ് സോറി, വീഴുന്നല്ല, ഈ ആ മതം വിടുന്നതിന്റെ അടുക്ക്. അത് നീ തുടക്കത്തിൽ ചോദിച്ച തന്നെ കാരണം. ഉം. ഹൃദയം കൊണ്ട് നമ്മൾ ഖുറാൻ വായിച്ചാൽ ഇസ്ലാമിക് ഫെമിനിസ്റ്റ് ആവാനുള്ള ഉം. ചാൻസ് നല്ലോണം ഉണ്ട്. നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് ലോജിക് ഉപയോഗിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല. ഉം. Yeah. അതെന്താണ്, അതൊരു ഇല്ലാത്ത സാധനം. അതൊരു വെജിറ്റേറിയൻ കോഴി ബിരിയാണി എന്നൊക്കെ പറയുന്നവര്, അങ്ങനത്തെ സാധനം ഇല്ല. ഉം. ഓക്കെ, അത് നമ്മൾ ഒരിക്കലും ഫെമിനിസം ഇസ്ലാമിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഒരു ഉം. ഒബ്ജക്റ്റ് ആയിട്ട് മാത്രമേ ഉള്ളൂ സ്ത്രീകളെ ഇതിൽ കാണുന്നത്. സ്ത്രീ ഒരു കൃഷിയിടാണെന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ഫെമിനിസം? അതെ, പിന്നെ ബുദ്ധി പകുതിയേ ഉള്ളൂ. ആണ്. കൃഷിയിടം എന്ന് വെച്ചാൽ ഒരു ഫാർമർ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കൃഷിയിടം. അതുകൊണ്ടാണ് കൃഷിയിടം എന്ന് പറയുന്നത്. അല്ല പിന്നെ അങ്ങനല്ലേ? അങ്ങനെയൊക്കെ പറയാം. പക്ഷെ പുരുഷന്മാരെ അങ്ങനെയൊക്കെ കൃഷിയിടം എന്ന് പറയണം. വെച്ചാൽ അപ്പൊ ചവിട്ടിട്ടും. അതങ്ങനെ അപ്പൊ വിളിക്കും. നമുക്ക് ഭർത്താക്കന്മാരെ കൃഷിയിടാന്ന് വിളിച്ചൂടെ? നമുക്ക് അത്രയും സ്നേഹം തോന്നുമ്പോ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ വിളിക്കും. എന്റെ പക്ഷെ എന്റെ എന്റെ ഭർത്താവ് പൊന്നു ഉണ്ടാവില്ല. കൃഷിയിടമേ, എന്റെ പൊന്നു കൃഷിയിടമേ, അങ്ങനെയൊക്കെ വിളിച്ചൂടെ? ഞാൻ വിളിക്കുന്നുണ്ട് എന്റെ ഭാവി ഭർത്താവിനെ. അത് കാരണമാണ് എല്ലാരും കെട്ടാത്തത്. ഓക്കെ. അങ്ങനെയൊക്കെ നമുക്ക് വേണം. പിന്നെ സ്ത്രീയെ തല്ലാൻ പറയുന്ന ആയത്തുകളുണ്ട് അല്ലെ?
ഉം. അപ്പം അതില് മെല്ലെ തല്ലാന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ വെളുപ്പിക്കുന്ന ടീംസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. അല്ലെ? അതെ ഇപ്പം ഇസ്ലാമിക് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാല് ഫ്രോഡുകളാണ്. അത് ഞാൻ അങ്ങനെ തന്നെയുള്ളൂ ഞാൻ അതെ പറയാം. ഫ്രോഡിനെ അത്രയും ശരിക്കും വലിയൊരു ഫ്രോഡ് എന്ന് ഫ്രോഡ്. വിളിക്കണം അല്ലേ? വി ഹാവ് ടു കോൾ എ സ്പേഡ് എ സ്പേഡ്. അതെ. അവർക്ക് ഇതുപോലെ ഒന്നുകിൽ അവർക്ക് ധൈര്യമില്ല, അല്ലെങ്കിൽ അവർക്കൊരു എന്താണ് കൂളാവാൻ വേണ്ടിയിട്ട് ഞാൻ ഫെമിനിസ്റ്റ് ആണെന്ന് പറയാം. എന്താന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. കോഗ്നിറ്റീവ് ഡിസണൻസിന്റെ ഒക്കെ ഒരു, അല്ലെങ്കിൽ അങ്ങനത്തെ അതിന്റെ ഒക്കെ ഒരു എക്സ്ട്രീം അങ്ങേത്തല. ഇതിലെ ഒരു കോമഡി എന്താന്ന് വെച്ചാൽ ഈ മറ്റേ ഭാര്യനെ നമ്മള് സ്കാർസ് ഒന്നും വിടാതെ എല്ലൊന്നും മുറിയാതെ തല്ലാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നല്ലൊരു മതം അത് ആയതുകൊണ്ട് തന്നെ. തല്ലോട അങ്ങനെ. ആ ഞാൻ എപ്പോഴും തല്ല പറയല്ലോ മറ്റേ മോഹൻലാലൊക്കെ അടിക്കുന്നവര്, അല്ലെങ്കിൽ പ്രേം നസീർ അടിക്കുന്നവര്, ഇങ്ങനെ അതൊരു ഇങ്ങനെ. പക്ഷെ എങ്ങാനും സ്കാർസ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ സമയത്ത് എനിക്ക് ഫോറൻസിക് സയൻസിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഞാൻ കുറച്ച് തലക്ക് കിറുക്കായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നാലും എങ്ങനെയായിരിക്കും നബി വിചാരിച്ചിട്ടുണ്ടാവുക സ്കാർസ് സ്മെല്ലൊന്നും അറിയാതെ നന്നായിട്ട് ഇടിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ ടെക്നിക്സ് ഒക്കെ ഉണ്ട്, മറ്റേ മിലിറ്ററി ടെക്നിക്സ് ഒക്കെ ഉണ്ട്. എല്ല് മുറിയാതെ സ്കാർസ് വീഴാതെ അടിക്കാൻ പറ്റുന്ന കുറെ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഇരുന്ന് വെച്ചപ്പോ എനിക്ക് തോന്നി ഇത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. ഈ ഫോറൻസിക് സയൻസും ഇസ്ലാമും അറിയുന്ന ഒരു മിസോജിനിസ്റ്റിക് മാൻ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പൊ നീ ഒരു കാര്യം ആലോചിക്ക്. അപ്പൊ ഫോറൻസിക് സയൻസും ഇസ്ലാമിൽ പണ്ടേ ഉണ്ടായിരുന്നു. അതെന്റെ തിയറിയാണ്, ഞാൻ കണ്ടുപിടിച്ചാണ്. അബ്ദുള്ള ബാസിൽ കൊണ്ടുവരരുത്, അബ്ദുള്ള ബാസിലെ കൊണ്ടുവരരുത്, അതെന്റെതാണ്, എന്റെ നിന്നെ ഇന്റലക്ച്വൽ അടുത്തന്നെ പ്രോപ്പർട്ടിയാണ്. നിന്നെ അടുത്തന്നെ അൺമാസ്കിങ്ങിൽ എടുക്കുമല്ലോ. നീ എന്നെ മുന്നേ അവിടെ അൺമാസ്കിങ് ഇത് എത്തുമല്ലോ. സഹിക്കേണ്ടി വരുമല്ലോ. അല്ല, ഓർക്ക് പെണ്ണുങ്ങളെ കാണാൻ ഫോറൻസിക്സ് പറ്റില്ലല്ലോ. അപ്പൊ ഇത് വേണ്ടി വരും. ഈ വീഡിയോന്റെ ടൈറ്റില് ഫോറൻസിക് സയൻസും ഖുറാനിലുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഇട്ടോ, ക്ലിക്ക് ബൈറ്റ് ആയിട്ട്. അത് നല്ലൊരു ചോദ്യം എന്താന്ന് വെച്ചാല്, ഈ എക്സ് മുസ്ലിം സ്ത്രീകളെ കേരളത്തിലെ സമൂഹം എങ്ങനെ നോക്കി കാണുന്നു? എന്താ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? സിമ്പിളായി വേശ്യകളായി നോക്കിക്കാണും. ഓ വഹിയ സാനിയ. അതെ, എല്ലാം ജിന്ന കമ്മിറ്റ് ചെയ്യണവരായിട്ട് നോക്കിക്കാണുന്നു. മതം വിട്ടത് എന്താണ്? മതം വിടുന്നത് അവർക്ക് വേറെ പരിപാടികൾ നടത്താനാണെന്ന്. അതിപ്പോ നമ്മളൊരു തട്ടടാതെ നടന്നിരുന്ന സമയത്തും നമ്മൾ അങ്ങനെ സ്ലട്ട് ഷേം തന്നെയാണല്ലോ ചെയ്തിരുന്നത്. അപ്പൊ വളരെ മോശം രീതിയിൽ തന്നെ നോക്കിക്കാണുന്നു, ഒരു സംശയമില്ല. അതെ, അതിലെനിക്കെതിരെ അഭിപ്രായമില്ല. വിളിക്കണവര് വിളിക്കട്ടെ അല്ലേ, നമ്മളെന്താ ചെയ്യാം? അതിലൊന്നും ഒരു കാര്യമില്ല, എന്തായാലും വിളിക്കട്ടെ. നമ്മൾ അവരെ ചെലവിലൊന്നല്ലല്ലോ. അതെ, ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, വിളിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ ചെലവും തരുന്നില്ല, കേൾക്കും വേണം. എങ്ങനെ ഒരു ഇന്നിപ്പോ എന്താണ് എക്സ് മുസ്ലിം ആയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് ആൾക്കാർക്കുള്ള പൊതുവെയുള്ള തെറ്റിദ്ധാരണ? അതിന്റെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ. അത് എക്സ് മുസ്ലിം എന്നല്ല, എല്ലാ മതം വിട്ടവരെ പറ്റിയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാല് അവർക്ക് മൊറാലിറ്റി ഇല്ല. അതാണ് അവർ മെയിൻ. അതായത് അമ്മ പെങ്ങൾ ഭോഗക്കാർ, തോന്നിയ പോലെ നടക്കുന്നു, ഇതൊക്കെയാണല്ലോ പറയാറ്. അപ്പം മതം വിടുന്നതോടുകൂടി ഈ പുസ്തകം വായിക്കുന്നില്ലെങ്കിൽ എനിക്ക് കഴിക്കാനുള്ള ഒരു പുസ്തകം വായിക്കുന്ന നിർത്തിയാല് ഇവർക്ക് എല്ലാ മൊറാലിറ്റി നഷ്ടപ്പെടുക ചെയ്യുന്നത്. അവര് നാളെ തന്നെ അമ്മ പെങ്ങൾ ഭോഗത്തിന് പോവോ? പുസ്തകത്തിൽ എഴുതിയോണ്ട് മാത്രമാണോ അവര് ചെയ്യാത്തത്? അങ്ങനെയുള്ളവര് മതം വിടരുത്, ദയവേത് നിങ്ങൾ മതം വിടരുത്. പഠിച്ചവനാലോചിച്ച് നിങ്ങൾ മതം വിടരുത്. അതന്നെ. അതെ, അപ്പം ഇവര് ഒരു കാര്യം, തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യാത്തത് പേടി കാരണം അല്ലെ? പക്ഷെ നമ്മള് ഇത് വിട്ടോടുകൂടി ഇതാണ് നമുക്കൊരു ഫ്രീഡമാണ് കിട്ടുന്നത്. നമ്മൾ തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യാത്തത് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്കും അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നവർക്കും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനും അത് കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു, അല്ലെങ്കിൽ അവർ ക്ലേശം അനുഭവിക്കുന്നു. അതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല. പിന്നെ മതത്തിലുള്ള മൊറാലിറ്റി ഒക്കെ കോമഡി അല്ലേ പത്തു? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവര് പറയുന്ന ഇതന്നെ എടുക്കാം, സദാചാരം തന്നെ ഇവരുടെ മെയിൻ മോറൽ ഹൈഗ്രൗണ്ട് സദാചാരം. അപ്പം അതിലിപ്പം ചീറ്റിങ്ങിനെ പറ്റി എന്താണ് പറയുന്നത്? ജസ്റ്റ് അത് മാത്രം ആലോചിച്ചാൽ മതിയല്ലോ. അപ്പൊ ചീറ്റ് ചെയ്യാനേ പാടില്ല. എങ്ങനെ പാടില്ല? മാരീഡ് ആയിട്ടുള്ള വേറൊരു സ്ത്രീയുമായിട്ട് നിങ്ങൾ ബന്ധം സ്ഥാപിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അടിമ സ്ത്രീകളെ നിങ്ങൾക്ക് എങ്ങനെയും ഉപയോഗിക്കാലോ. അപ്പൊ പിന്നെ എങ്ങനെയാ ശരിയാവാ? മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സും നിങ്ങൾക്ക് ഉണ്ടാവാം. അതെന്തൊരു മൊറാലിറ്റിയാണ്? അതൊരു 7-ാം നൂറ്റാണ്ടിലെ, ഒരു 6-ാം നൂറ്റാണ്ടിലെ മൊറാലിറ്റി ഇപ്പോഴും പേറിക്കൊണ്ട് നടക്കുന്ന, അതാണ് ഏറ്റവും അടിപൊളി മൊറാലിറ്റി എന്ന് വിചാരിക്കുന്നത്. അപ്പൊ അതിൽ പരം ഒരു എന്താണ്, ഇറ്റ്സ് ലാഫബിൾ എന്നേ എനിക്ക് പറയാനുള്ളൂ.
എനിക്ക് നമ്മൾ തോന്നുന്നത് കുറച്ചും അത് കൂടി 6-ാം ഉം, നൂറ്റാണ്ടിലെ മൊറാലിറ്റി പോലും അല്ല. കാരണം അവിടുത്തെ ആൾക്കാർക്ക് ഉം, കുറച്ചും കൂടി ബെറ്റർ മൊറാലിറ്റി ആയിരുന്നു. ഇത് ഈ കുറച്ചും കൂടി വിപ്ലവത്തിന്റെ ആ ഇതാണ് അതെ കിറുക്ക്. അതെ. അപ്പൊ അങ്ങനെയാണ് പൊതുവെ മതം വിട്ടവർക്ക് ഉം, യാതൊരു നൈതികതയും ഇല്ല. അവർക്ക് ഉം, യാതൊരു തരത്തില് അവരെങ്ങനെയും ജീവിക്കുന്നു. ഉം, അതിനു വേണ്ടിയിട്ടാണ് അവർ മതം വിടുന്നത് എന്നുള്ളതൊക്കെ വളരെയധികം തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മൾ മതം വിടുന്നതോടുകൂടി എനിക്ക് തോന്നിയത് ഇതാണ്, ഉം, നമ്മൾ കൂടുതൽ റെസ്പോൺസിബിൾ ആയി എന്നാണ്. ഉം. എനിക്ക് അങ്ങനെയാണോ പാത്തൊരു തോന്നിയിട്ടുള്ളത്? അതെ, യു ആർ മോർ എനിക്ക് അങ്ങനെ. ഉം. അക്കൗണ്ടബിൾ അല്ലെ? അതെ, അതെ. ഉം, അല്ലെങ്കിൽ ഞാനും മുസ്ലിം ആയിരുന്ന സമയത്ത് തെറ്റ് ചെയ്തിരിക്കുമ്പോ ഈ പഠിച്ചോ ഈ കിതാബിൽ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ തെറ്റ് ചെയ്തത്. ഞാൻ എങ്ങനെ വിചാരിക്കുമായിരുന്നു, കാരണം എന്റെ മൊറാലിറ്റി ഇതിന്ന്. കാരണം ഇസ്ലാം എന്ന് ഉം, പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലൈഫ് ഒരു കാര്യത്തിൽ ഈസി ആക്കി തരും. എങ്ങനെയാ നമ്മുടെ ലൈഫിൽ ഡിഫിക്കൽട്ട് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പഠിച്ചോ ഉം, തന്നെ ബുക്കിൽ കൊടുന്ന് വെച്ചിട്ട്, കാരണം നമ്മൾ ശരിക്കും പോണ്ടർ ഉം, ചെയ്യേണ്ട കാര്യമില്ല. എന്താണ് സംഭവം ഉം, എന്നൊക്കെ നമുക്ക് എല്ലാതും റെഡിമെയ്ഡ് ആയിട്ട് ഈ മറ്റേ മൊറാലിറ്റിന്റെ ഹോൾസെയിൽ ഡീലർന്ന് പോയ എഴുതിയിട്ട് ഈ ഉം, പുസ്തകത്തിൽ തന്നിട്ടുണ്ടല്ലോ. പക്ഷെ അതുപോലെ ഉം, നമ്മൾ പാലിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോ പോക്സോ കേസിലൊക്കെ എത്താവും. അപ്പൊ അത് കാരണം നമ്മൾ മുസ്ലിം ആയിരിക്കുമ്പോൾ ഈ ഉമ്മത്തിന് പറഞ്ഞൊക്കെ പൊതുവെ എല്ലാവരും ഫോളോ ചെയ്യുന്നില്ലല്ലോ. അവര് ഉം, പറയും ഞങ്ങളെ ബുക്കിലെ മൊറാലിറ്റിയാണ് ഞങ്ങൾ 100% ഫോളോ ചെയ്തത്. അങ്ങനെ ഉം, ഫോളോ ചെയ്തിരുന്നവർ ഉം, ജയിലിൽ പോകും. ആ, ഉം. അവരും അറിയാതെ അവരുടെ മൊറാലിറ്റി റിവൈസ് ചെയ്തിട്ടുണ്ട്. അവരത് സമ്മതിക്കൂലെങ്കിലും കൂടിയിട്ട്. സമ്മതിക്കൂല. ഉം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു റാഷണൽ ആയിട്ട് ചിന്തിക്കുന്നവരുടെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൊറാലിറ്റി കോൺസ്റ്റന്റ് അല്ല, അത് ഇവോൾവിംഗ് ആണ്. ഇപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ 10നെ പറ്റി എനിക്കറിയില്ല, പക്ഷെ ചെറുപ്പത്തിൽ നമ്മൾ ഹോമോസെക്ഷാലിറ്റി തെറ്റായിരുന്നു തന്നെ അതെ, വിശ്വസിച്ചിരുന്ന അതെ, ഒരാളാണ്. അതെ, അതെ. വളരെ അത്രയും എന്തൊരു സിന്നാണത്, ഇറ്റ്സ് അൺനാച്ചുറൽ. പക്ഷെ നമ്മൾ പോകെ പോകെ അതിന്റെ ബയോളജിയും അതിന്റെ എങ്ങനെയാണ് അത് എവല്യൂഷണറി ആയിട്ട് എങ്ങനെ വരുന്നു, അത് മൃഗങ്ങളിലും ഉണ്ട്, അത് അവരുടെ തെറ്റല്ല, ഇറ്റ്സ് നാച്ചുറൽ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ അപ്ഗ്രേഡ് ആവാണ് അല്ലെ? പക്ഷെ അതേസമയം ഇവരുടെ മൊറാലിറ്റി ഒബ്ജക്റ്റീവ് എന്ന് മാത്രമല്ല, ഇറ്റ്സ് കോൺസ്റ്റന്റ്. നാളെ വേറെ നമുക്ക് സ്റ്റഡീസ് ഉണ്ടാവും, വേറെ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടി വരികയാണെങ്കിൽ ഇവർക്കും മാറ്റാൻ പറ്റില്ലല്ലോ. അതെ, അതെ. അതാണല്ലോ ഇവര് ഇത്രയും ഹോമോഫോബിയ ഇത്തരത്തിലുള്ള റിലീജിയസ് ചാനൽസ്, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എമ്മാരി ചവറുകളാണ് വരുന്നത് അതെ, ഹോമോഫോബിയ പ്രൊമോട്ട് ചെയ്യുന്ന. ചവറ് സഹിക്കാൻ വയ്യ കണ്ടിട്ട്. അത് സൈക്കോളജി ഡിഗ്രി ഉള്ള ആൾക്കാരൊക്കെയാണ് ചവറ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം. നിങ്ങൾ പിന്നെ എന്തിനാ പോയി ഡിഗ്രി എടുത്തത്? വീട്ടിലിരുന്നൂടായിരുന്നോ അല്ലെ? ദഫ്മുട്ടും ഒപ്പനം അതേതെങ്കിലും ക്ലാസ്, വല്ല ഇസ്ലാമിക് കോളേജിലൊക്കെ പോയി പഠിച്ചായിരിക്കും ഈ സൈക്കോളജി ഒക്കെ, ഇസ്ലാമിക് സൈക്കോളജി. ഇസ്ലാമിക് ഇസ്ലാമിക് സൈക്കോളജി. ഫെമിനിസം പോലെ ഇസ്ലാമിക് സൈക്കോളജി ഉണ്ടോ പത്തു? അതെ, ഇസ്ലാമിക് സൈക്കോളജി വളരെ നല്ലൊരു ഫീൽഡാണ്. ഇത് കഴിഞ്ഞിട്ട് ഇസ്ലാമിക് ന്യൂക്ലിയർ ഫിസിക്സ് ഒക്കെ വരും, അല്ലെങ്കിൽ ഇസ്ലാമിക് ഓർഗാനിക് കെമിസ്ട്രി. എല്ലാം ഖുറാനിലുണ്ടല്ലോ. എല്ലാത്തിലും ആണ്. നമ്മളുണ്ട്, മിക്സ് ആക്കും. അതാണ് ഇപ്പൊ നേരത്തെ ഞാൻ ഫോറൻസിക് സയൻസ് പറഞ്ഞില്ലേ, ഇതൊരു കോപ്പി അടിക്കുന്നത് 100% ഉറപ്പാണ്. അതെടുത്ത് പോവും അതെ അങ്ങനെ. അതെ. ഒരു കൗമ് അല്ലേ? ഓക്കെ. തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്, എന്നാലും ആ പിങ്കിന് ഈ ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ നിനക്ക് എവിടുന്ന് കിട്ടി? ഭയങ്കര ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണല്ലോ. ഞാനും നീ ഒപ്പിച്ചോ. ഒരു സംഭവം തന്നെ കേട്ടോ. പിങ്കിന്റെ അത്ര സംഭവമില്ല. പിന്നെ അത്ര ധൈര്യമില്ല എനിക്ക്. ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു? ചാൾസ് ശോഭരാജിൽ എങ്ങനെയാണ് ഇത്രയും ധൈര്യം? എനിക്കൊരു ധൈര്യമില്ല മോളെ. പിടിച്ചാ അന്ന് പരിപാടി നിർത്തും. പോണടത്തോളം പോട്ടെ, ആര് അതാണ് കാണൂല ധൈര്യം. ഇത്? ഈ ചാനലിൽ 5 വ്യൂവേഴ്സ് ഉള്ളൂ, ഒരു 10 സബ്സ്ക്രൈബേഴ്സ്. ആര് ഇല്ലില്ല, കാണൂല? നമ്മൾ 1 മില്യൺ ആക്കും. നമ്മൾ അതെ, 1 മില്യൺ ആക്കൂലേ? അതെ. എല്ലാരും ക്ലിക്ക് സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കൺ, ബെല്ല് അങ്ങനല്ലേ കഴിച്ചു പറയാ? പൊട്ടിക്കുക, മുഹമ്മദിനെ മനസ്സിൽ ധ്യാനിക്കുക, ബെല്ല് അമർത്തുക. അങ്ങനത്തെ ഒരു ഡബിൾ മീനിങ് ഉള്ള മാതിരി ഉണ്ടല്ലോ. അസ്തഫറുല്ലാ. ഒരു യങ് ആയിട്ടുള്ള യുവതിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ? യങ്ങാണെന്ന് ഇങ്ങനെ ഇടക്കിടക്ക് പറയേണ്ട ആവശ്യം കേട്ടോ. അതൊരു കുത്തി പറയുന്ന പോലല്ലേ? എന്തോ ആക്കി പറയണ പോലെ. പോരട്ടെ, അടുത്ത ചോദ്യം വരട്ടെ. അതെ, എനിക്ക് ഇങ്ങനെ ഈ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ഭീഷണി അതൊക്കെ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഈ മറ്റേ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം? അതിന് ഞാൻ പറയലില്ലല്ലോ. നമ്മളെ ഇതൊക്കെ വീട്ടിൽ പിന്നെ എന്താ? ഇതുവരെ അങ്ങനെ ആ, വീട്ടിലല്ല, പുറത്ത് ആരിഫിന്റെ ചാനലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയല്ലോ. അപ്പൊ ഭീഷണി അല്ലെങ്കിൽ തെറി വിളി അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അതാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേറെ അക്കൗണ്ടും ഇല്ല. നമ്മൾ അനോണിമസ് ആണ്. നല്ല സുഖമല്ലേ? ആർക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ചാനലിൽ വരുന്നു, പാത്തുവിന്റെ ചാനലിൽ ഉവ്വ, വരുന്നു, ഉവ്വ, ഉവ്വ. എന്തൊക്കെയോ പറയുന്നു. പിങ്കിലുള്ള തെറിയും കൂടെ ആൾക്കാർ എനിക്ക് ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. എക്സാക്ട്ലി. അപ്പൊ എനിക്കുള്ളത് അറിയോ? അവിടെ കമന്റിൽ കുറെ തെറിയൊക്കെ കിട്ടിക്കോട്ടെ, സോ വാട്ട്.
ആ, അങ്ങനെ അല്ലേ? അതാണ്. പാത്തുവിന്റെ അത്ര ധൈര്യം എനിക്കില്ല. പാത്തു സ്വന്തം അക്കൗണ്ട് വെക്കുന്നു. അതില് എനിക്ക് ആക്ച്വലി പാത്തുവിനോടാണ് ചോദിക്കാനുള്ളത്. എന്ത്? ഈ കൊറേയൊക്കെ നീ സ്റ്റോറി ഇടാറുണ്ട്. പക്ഷെ ഉം. ഞാൻ ആലോചിക്കാണ് എന്തുമാത്രം ഹെയ്റ്റ് ആണ് ചില കമന്റ്സിലൊക്കെ നീ സ്റ്റോറി ആയിട്ട് ഇടുന്നത് ഞാൻ ഉം. കണ്ടിട്ടുണ്ട്. ഉം. അതെങ്ങനെ മാനേജ് ചെയ്യുന്നു? നമുക്കറിയാം ഇവര് മണ്ടന്മാരാണ്, അതുകൊണ്ട് ആണ്. അങ്ങനെ ഉം. പറയുന്നതെന്ന് നമുക്കറിയാം. ഉം. എന്നാലും അത് മാനസികമായിട്ട് എഫക്ട് ചെയ്യാറില്ലേ അല്ല എപ്പോഴെങ്കിലും? ഞാനൊരു ഒരു ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണും ഇതിനൊക്കെ. ഇവര് മാനസിക ഉം, രോഗികളാണല്ലോ, നമ്മളൊരു ഉം, കമ്പാഷൻ കൊടുക്കണ്ടേ. പിന്നെ നമ്മളൊരു ഉം, ലേണിംഗ് കർവ് ആയിട്ട് കണ്ടാൽ മതി, കാരണം ഒരുപാട് പുതിയ തെറികൾ ഉം, പഠിക്കാം അല്ലേ? ഉം. അതും ഒരു നല്ലൊരു അത് ശരിയാ, അത് എല്ലാത്തിനും ശരി. നല്ല സ്കില്ലാണ് അല്ലേ? നീ എനിക്ക് കുറച്ചെണ്ണം പഠിപ്പിച്ചരണം ഇത് കഴിഞ്ഞിട്ട്. എന്റെ ഇതൊക്കെ ഉറപ്പായിട്ടും, ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. ഉറപ്പായിട്ടും എന്റെ കുറെ ഇതൊക്കെ കമന്റേഴ്സ് പഴയത്. ഞാൻ അങ്ങോട്ട് വിടാം, അവര് പഠിപ്പിച്ചു തന്നോളും. അത് വേണ്ട, അത് വേണ്ട. നീ എനിക്ക് പറഞ്ഞാ ഞാൻ മതി. പറഞ്ഞത് ഓക്കെ, ഞാൻ പറഞ്ഞത് അങ്ങനെ അപ്പൊ അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്റേണൽ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. നമ്മള് എന്തൊക്കെയാണത്? ചെറുപ്പത്തില് നമുക്ക് ഒരു ഭയങ്കര ഗിൽറ്റി ആയിട്ടൊക്കെ ഉം. തോന്നും. നമ്മൾ ഉം. അങ്ങനെ നേരത്തെ പറഞ്ഞു 5 നേരം നിസ്കരിക്കാതെ നമ്മൾ 1 നേരം ഉം. നിസ്കരിക്കും. പിന്നെ നമുക്ക് തോന്നും, ആയിഷ് ഞാൻ 4 നേരം വിട്ടില്ലേ, ഇനി ഉം. എനിക്ക് ഞാൻ ഇത്ര മോശം കുട്ടിയല്ലേ, ഇനിയിപ്പോ അഥവാ 5 നേരം തന്നെ ആണോ ചെയ്യേണ്ടത്, ഉം. ഞാൻ മനസ്സിലാക്കിയ തെറ്റാണോ, അപ്പൊ നമുക്ക് ഭയങ്കര ഗിൽറ്റായിട്ട് ഉം. തോന്നും. ഉം. പിന്നെ അന്നൊന്നും നമുക്ക് പറയാനോ ഇന്നും ആർക്കും പറയാനൊന്നും അങ്ങനെയുള്ള അവന്യൂസ് ഒന്നും ഇല്ല. നമ്മൾ ആരോട് പറയും? അപ്പൊ നമ്മൾ ഉള്ളിൽ തന്നെ ചെറിയ കുട്ടി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ഗിൽറ്റുമായിട്ട് നടന്നിട്ടുണ്ട് ഉം. കുറെ കാലം. ഉം. അങ്ങനെയുള്ള സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. അതും പിന്നെ നമ്മൾ നമ്മള് കള്ളനോമ്പൊക്കെ പിടിക്കും. കള്ളനോമ്പ് കള്ളനോമ്പല്ലേ? പിടിക്കുമ്പോഴും വെള്ളമൊക്കെ കുടിക്കും. ഉം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര കുറ്റബോധം വരും. ഐഷ് ഞാൻ എന്താ ചെയ്തത്? എന്നിട്ട് വെള്ളം സോറി ഒക്കെ കുടിച്ചു പറയും. പോയല്ലോ അതാ, ആ അതെ. ഒരു കുട്ടിനെ വെള്ളം പട്ടിണിക്കിടണ്ടേ. കുടിച്ചതിനൊക്കെ അതെ. ഉം. ഇപ്പോഴാലോചിക്കുമ്പോ ഒരു ചെറിയ കുട്ടി എന്ന നിലയ്ക്ക് വെള്ളം കുടിച്ചതിനൊക്കെ നമ്മള് എത്ര ഗിൽറ്റ് തോന്നാന്നുള്ളത് അതൊക്കെ കുറച്ച് എക്സ്ട്രീം അല്ലേ? അതെ. ഉം. ഈ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉം, അങ്ങനെ ഇപ്പൊ പക്ഷെ പ്രത്യേകിച്ച് നമ്മൾ നോമ്പെടുക്കുമ്പോ ഈ പത്തിരിന്റെ കോഴിക്കറിന്റെ ഒക്കെ മണം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാ കിട്ടുവോ? ഉം. മുറുക്കാൻ തോന്നൂലേ? അപ്പൊ ശരിക്കും പഠിച്ചവന് എന്ത് ക്രൂവലാണല്ലേ, ഒരു ചെറിയ കുട്ടിന്റെ മുമ്പിൽ ഈ പത്തിരി കോഴിക്കറിയൊക്കെ വെക്കുക, എന്നിട്ട് തിന്നാൻ അതെ. സമ്മതിക്കാതിരിക്കുക. ഉം. അതൊക്കെ വളരെ മോശം കാര്യമാണ്. പഠിച്ചെന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കണമായിരുന്നു. പഠിച്ചോനൊരു സാഡിസ്റ്റ് തന്നെയാണല്ലോ. അതെ. ചെറിയ കുട്ടികളെ ഇപ്പൊ തന്നെ ഇന്നലെ ഒരു ന്യൂസ് നീ വായിച്ചോ? ഉം. ഇന്നലെ മെനെയാണ് UAE അങ്ങനെ ഒരു കാർ അപകടത്തില് അതെ, ഞാൻ വായിച്ചു. 4 കുട്ടികൾ മരിച്ചു, ചെറിയ കുട്ടികൾ. ഉം. അപ്പം അതിനെയും അവര് റിലീജിയസ് ആയിട്ടാണ്, ഞാൻ കുറെ പോസ്റ്റുകൾ വേറെ ഉം. കണ്ടു. അവര് സ്വർഗത്തിൽ പോകുന്നൊക്കെയുള്ള നിലയിൽ എന്തൊരു ഇറ്റ് ഈസ് എ ഇൻഡീസെൻസി അങ്ങനെയൊക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ. ഉം. എം അക്ബറിന്റെ ഒരു പോസ്റ്റ് വായിച്ചിരുന്നു ഈ അപകടത്തിന് പറ്റി. അപ്പൊ ആണോ? അത്രയും ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള, സ്വർഗത്തിൽ പോകാൻ വേണ്ടി കുട്ടികളെ ഉണ്ടാക്കിയിട്ട് അപകടത്തിൽ പെടുത്തുന്ന ദൈവം. ഈ എം അക്ബർ മറ്റേ മുസ്ലിങ്ങള് ആക്സിഡന്റ് പെട്ടാൽ മാത്രമേ പോസ്റ്റർ ഉള്ളൂ, അതോ വേറെ ആൾക്കാർ ആ ആക്സിഡന്റ് പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. അത് വേറൊരു ചോദ്യം. ആ ഉം. ഉം. അവർ പിന്നെ മുസ്ലിങ്ങൾ സ്വർഗത്തിലായിരിക്കില്ല. മാത്രമല്ലല്ലോ സ്വർഗത്തിൽ പോകുന്നത്. അപ്പൊ ഉം. പിന്നെ പറഞ്ഞാ മതിയല്ലോ. മൂപ്പരുടെ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടോ അതെ. ഫേസ്ബുക്ക് പോസ്റ്റ് സ്ഥിതിക്ക്? ഉം. പിന്നെ ഞാൻ എപ്പോഴും അല്ലെങ്കിൽ പിങ്ക് ആലോചിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, നമ്മളെ പാരന്റ്സ് എങ്ങനെയാണ് ഈ 5 നേരം കറക്റ്റ് നിസ്കരിക്കുക? അവര് ഓർമ്മ വെച്ച കാലം മുതലേ ഒരു വക്ത് തെറ്റിക്കാതെ 5 നേരം ഉം. കറക്റ്റ് എങ്ങനെ നിസ്കരിച്ച് കൊണ്ടുപോകുന്നു? അതെന്തായിരിക്കും, അവരെന്തായിരിക്കും ഇത്ര ഡിലിജന്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്? അതൊരു ചോദ്യമാണ്. ഉം. അവർക്ക് ചിന്തിക്കാനുള്ള സ്പേസ് ഒട്ടും കൊടുക്കാത്ത ഒരു ചുറ്റുപാടിൽ ഉം. വളരുന്നോണ്ടായിരിക്കാം. ഉം. നമുക്കൊക്കെ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി, എനിക്ക് കുറച്ചും കൂടി പ്രതീക്ഷ ഇനിയുള്ള ജെൻസി, ഉം. ജെൻ ആൽഫ. പക്ഷെ ചിലപ്പോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോകുമ്പോ എന്റെ പ്രതീക്ഷ അവിടെ തന്നെ തീരും അതെ, കേട്ടോ. അതെ, ഈ ജെൻസികൾ വന്നിട്ട് അവിടെ ഇസ്ലാമിനെ പഠിപ്പിക്കുന്ന കാണുമ്പോൾ അതോടുകൂടി ഞാൻ സെഡ് ആവും. അതെ. അതുപോലെ ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നത് എന്റെ ആവും എനിക്ക് തോന്നുന്നത്. കാരണം ഈ കുറെ ഇപ്പൊ പുതിയൊരു ട്രെൻഡ് ഇറങ്ങിയിട്ട് നിക്കാബ് ഉള്ള പുതിയ ഓ ഓ ബ്രൈഡ്സ്. ഇത്ര കാലം എജാതി ഇല്ലായിരുന്നു. വർപ്പിക്കലാണത്. അതെ. എജാതി വർപ്പിക്കലാണെന്ന് അറിയാം അത്. സ്പെഷ്യൽ ഡേ ഫുള്ള് ഓഫ് യുവർ ലൈഫ് മേക്കപ്പ് അല്ലേ? ഇട്ടിട്ട്. ആ, ആ എന്നിട്ട് ഇത് കൺ കണ്ണില് മാത്രം ആ മേക്കപ്പ്. ആ. ഉം. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉം. ഇത് നിക്കാബ് ഭയങ്കരമായിട്ട് നോർമലൈസ് ആവുന്നുണ്ട് കേട്ടോ പാത്തു. ഉം. ഞാനൊക്കെ വളരുമ്പോ നിക്കാബ് വളർന്നു വന്ന സമയത്ത് നിക്കാബ് എന്നുള്ള സംഭവം തന്നെ ഇല്ല ഉം. മലബാറില്. പർദ്ദ ഉം. തന്നെ കുറവാണ്. ഉം. പിന്നെ ആ ഒരു ഗൾഫ് ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട് പ്രവാസികൾ തന്നെയാണ് കൊണ്ടുവന്നത് ഉം. പർദ്ദ നാട്ടിലേക്ക്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ പർദ്ദ ഭയങ്കര കോമൺ ആയി. പക്ഷെ നിക്കാബ് ഇന്ന് നോർമലൈസ് ആയി വരുന്നുണ്ട്. അത് വളരെ ഇത്തവണ ഡേഞ്ചറസ് ഞാൻ ആണ് അല്ലേ? നാട്ടിൽ പോയപ്പോ ഉം. കണ്ടിരുന്നു കുറെ പേര്
ഇപ്പൊ ഷോക്കിങ് അങ്ങനെ കൊറേ ബുദ്ധിമുട്ടി മുമ്പുള്ളതിനേക്കാളും ഇപ്പൊ ഉണ്ടോ ഈ മറ്റേ നിക്കാബ് ഇപ്പണ്ട് ട്രീറ്റ്മെന്റ്? നിക്കാവെന്ന് അതേ ഞാൻ പറഞ്ഞു. ഞാൻ എനിക്കൊരു ഇതില് ഞാന് വളരെ ഒരു 3-4 വർഷം കൂടുമ്പോ നാട്ടിൽ പോകുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ചേഞ്ച് മനസ്സിലാവും. ഓരോ 3-4 വർഷം കൂടുമ്പോ പോകുമ്പോഴും അത്രയും പിറകോട്ടായിട്ട് തോന്നുന്നു, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ. ഓ മൈ ഗോഡ്. ഇപ്പൊ നമ്മളെ ഫാമിലിയിലൊക്കെ പണ്ട് തട്ടിടാതെ നടന്നിരുന്നവരോ അല്ലെങ്കിൽ ജസ്റ്റ് സാരി തലപ്പെടുത്ത് തോളിലൂടെ ഇട്ട് മാത്രം നടന്നിരുന്ന നമ്മുടെ കസിൻസ് ആണെങ്കിലും അമ്മായിമാരാണെങ്കിലും അവര് പതുക്കെ പതുക്കെ മഫ്തയിലേക്ക് പോകുന്നു. പിന്നെ സാരി ഉപേക്ഷിച്ച് പർദ്ദയിലേക്ക് പോകുന്നു. ഇതൊക്കെ നമ്മളെ ഇനിയിപ്പൊ ഞാൻ നാട്ടില് ഇനി പോകുമ്പോ ഇനി നിക്കാബ് ഇട്ട് നടക്കണ്ടാവും അവര്. ഐ വിൽ നോട്ട് ബി സർപ്രൈസ്ഡ്. അയ്യോ, ഇതിന് നമ്മൾ എങ്ങനെയെങ്കിലും എന്ത് വില കൊടുത്തോ നമ്മൾ തടയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ത്രെറ്റ് ആണ് ഇതൊക്കെ. നിക്കാബ് ഇസ് സച്ച് എന്താണ് ഇത്രയൊരു അശ്ലീലമായിട്ടുള്ള ഒരു സാധനമില്ല. പർദ്ദ ഓക്കെ, പർദ്ദയും ഒരു അപ്പിക്കുപ്പായം. പക്ഷെ നിക്കാബ് തന്നെ നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റിയും ഇല്ല. നിക്കാബ് ഇട്ട് വന്നിട്ട് ഇങ്ങനെ ഫെമിനിസം സംസാരിക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടില്ലേ? അവര് ബുദ്ധി മൊത്തമായിട്ടും പണയം വെച്ചിട്ടാന്ന് തോന്നിയിരിക്കുന്നത്. നിങ്ങൾക്ക് അവരുമായിട്ട് നിങ്ങളുടെ മുഖം പോലും കാണിക്കാൻ പറ്റാതെ വന്നിട്ട് വലിയ വായില് ഓരോന്നൊക്കെ പറയുന്ന കേൾക്കാം. പക്ഷെ പോഡ്കാസ്റ്റ് എക്യുപ്മെന്റ് കോപ്പറേറ്റ് ചെയ്യാൻ അറിയാം. അത് ഞാൻ ആലോചിക്കുന്നത്, ഈ ചാക്കിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇവരെങ്ങനെയാണ് ഈ പോഡ്കാസ്റ്റ് എക്യുപ്മെന്റ് കോപ്പറേറ്റ് ചെയ്യുന്നത്? ബുദ്ധി ഉണ്ട്, പക്ഷെ ബുദ്ധി മറ്റേ വേറെ എവിടെയാണെന്നുള്ളൂ. ഓക്കെ, പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മതം വിട്ടതിന് ശേഷം വ്യക്തിത്വത്തിൽ എന്തെങ്കിലും മാറ്റം വന്നോ? ലൈക്ക് ഒരു പേഴ്സണാലിറ്റി വൈസ് ചേഞ്ച് വന്നോ? അതില് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മൾ കൂടുതൽ നമ്മുടെ ലൈഫിന് അക്കൗണ്ടബിൾ ആൻഡ് റെസ്പോൺസിബിൾ ആവുന്നു. അതിന്റെ കൂടെ വരുന്നതാണ് കോൺഫിഡൻസ്. അത് ഭയങ്കര ഒരു മാറ്റം തന്നെയായിരുന്നു. അല്ലാപ്പോ നമ്മൾ എപ്പോഴും പേടിച്ച് അല്ലെ? അപ്പൊ നമ്മൾ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുന്നതാണെങ്കിലും ഒക്കെ നമ്മൾക്ക് ഒരു എന്തോ ഒരു നമുക്ക് നമ്മുടെ കഴിവിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ. ഞാൻ പാതി ദൈവം പാതി എന്ന് പറയൂലേ, പക്ഷെ അത് ശരിക്കും നമ്മൾ കോൺഫിഡൻസ് പകുതിയാക്കണ ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ എത്ര ചെയ്താലും അത് പകുതിയേ ആവുള്ളൂ. പക്ഷെ നമ്മള് മതം വിടുന്നതോടുകൂടി വി ആർ ഇൻ കൺട്രോൾ. അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിനക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ? അതെ അതെ, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മൾ ഫുൾ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെ അങ്ങോട്ട് ചെയ്യണ്ടേ? നമ്മൾ തന്നെ അല്ല, നമുക്ക് നമ്മളെ ഉള്ളൂ അല്ലെ? നമുക്ക് നമ്മളെ ഉള്ളൂ. നമ്മള് 100 ഇട്ട ആ 100 നമുക്ക് കിട്ടും. അതെ. അപ്പൊ അതൊരു നല്ലൊരു ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നുന്നു. അക്കൗണ്ടബിലിറ്റി അല്ലേ? ഞാൻ ഏറ്റെടുക്കണം എന്റെ തെറ്റുകള്. നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മളെ റെസ്പോൺസിബിലിറ്റി. നമ്മൾ ചെയ്യുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അതും നമ്മളെ റെസ്പോൺസിബിലിറ്റി. വെറുതെ നമ്മൾ അത് പഠിച്ചവൻ അങ്ങനെ വരുത്തി അതുകൊണ്ട് നമ്മൾ തെറ്റ്, അങ്ങനല്ല. നമ്മളൊരു തെറ്റ് വരുത്തിയാൽ അത് നമ്മൾ ഓൺ ചെയ്യാം, എന്നിട്ട് തെറ്റുകൾ നമ്മൾ തന്നെ തിരുത്തി മുന്നോട്ട് പോവാം. അങ്ങനെ തിരുത്തി പോകുമ്പോൾ നമുക്ക് ഇമ്പ്രൂവ്മെന്റ്സ് വരുത്താൻ പറ്റില്ലേ? അതെ അതെ. അതിനോട് ആഡ് ചെയ്തിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇങ്ങനെ എന്തെങ്കിലും സന്തോഷങ്ങള് അല്ലെങ്കിൽ ഫ്രീഡംസ് കിട്ടിയിട്ടുണ്ടോ ഈ മതം വിട്ടതിന് ശേഷം? ഒരുപാട്. ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ പറ്റുന്നത് തന്നെ ഒരു ഫ്രീഡം അല്ലേ? എന്താ കവി ഉദ്ദേശിച്ചത്? കവി പോർക്കാണ് ഉദ്ദേശിച്ചത്. നീ വല്ലാണ്ടാണ് ഉദ്ദേശിച്ചത്. കുട്ടി വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഹീറോ ഒരുപാട് ദൂരം പോയിരിക്കുന്നു. ബഹുദൂരം. അതെ, ഒരു കാർബണാര കഴിക്കാം അല്ലെ? നല്ല അടിപൊളി ഒരു കാർബണാര കഴിക്കണമെങ്കിൽ അല്ലെ? കഴിക്കാം, നമുക്ക് ബേക്കൺ കഴിക്കാം. പിന്നെ നമ്മളൊരു വസ്ത്രം ഇടുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കണ്ട ഈ വസ്ത്രം ഇട്ട് ഞാൻ പുറത്തു പോയാൽ ആരുടെയൊക്കെ വികാരം ഉണരും എന്നൊക്കെ രീതിയിലുള്ള തരത്തിലുള്ള ചിന്തകളൊന്നുമില്ല. നമുക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന എന്തും നമുക്ക് ഇടാം. അതൊക്കെ ഒരു ഫ്രീഡം ആൻഡ് ഹാപ്പിനെസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മൾ ആരോടും അങ്ങനെ ആൻസറബിൾ അല്ല ആസ് ലോങ് ആസ് യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് റോങ്. അതന്നെ ഒരു ഹാപ്പിനെസ്. പിന്നെ എത്ര സമയം ലാഭിക്കുന്നു ഈ വെറുതെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയം, ഒന്നെടുക്കുന്ന നിസ്കരിക്കുന്നു, വീണ്ടും അതന്നെ ചെയ്യുന്നു, പിന്നെ ഗിൽറ്റ് ട്രിപ്പ് അടിച്ചിട്ട് സാഡ് ആവുന്നു. ഈ ടൈം ഒക്കെ നമുക്ക് കിട്ടല്ലേ? ഈ ടൈം മാത്രമല്ല, നമുക്ക് 1 month a year നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അല്ലെങ്കിൽ നോമ്പെടുത്ത് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, വിശന്നിരിക്കുന്ന അതന്നെ. ഒന്നുമില്ലെങ്കിലും ഈ സമയമൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യാലോ.
അതാണ് എന്റെ ഫേവറേറ്റ് ഹോബി. അപ്പൊ എല്ലാരും ഉം. ഇങ്ങനെ പറയും, നിങ്ങള് മതം വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിന് ലക്ഷ്യമില്ല, അർത്ഥമില്ല, എന്താ ഉം. പറയാ, ആത്മീയത ഇല്ല എന്നൊക്കെ. അപ്പൊ ഇതൊക്കെ ഉം. ഇതിനൊക്കെ ഞാൻ എങ്ങനെ നാവിഗേറ്റ് ചെയ്യുന്നു പിങ്ക്? ഞാൻ പറയാം അത് എനിക്ക് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. മതം വിടുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യങ്ങളും പെർപ്പസും ഉണ്ടാവുന്നത്. പോയിന്റ്. കാരണം നമ്മളാണ് ഡ്രൈവിംഗ് സീറ്റിൽ. ഉം. നമുക്ക് ഈ ഒരു ലൈഫ് തന്നെ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇനി മേലെ പോയിട്ട് ആർമാദിക്കാനോ ഹൂറികളും ഹൂറന്മാരോ ഒന്നുമില്ല. ഉം. നമ്മൾ എത്ര നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി അത്രയും നമ്മൾ കാലം നമ്മൾ ജീവിക്കും. ഉം. അപ്പം ഈ ജീവിക്കുന്ന കാലം നമ്മൾ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാം. ഉം. അപ്പൊ തന്നെ ഒരു വന്നില്ലേ, ഒരു പെർപ്പസ് വന്നില്ലേ. അതെ അതെ. പിന്നെ അപ്പൊ തന്നെ നമ്മുടെ ലൈഫ് മീനിങ് ഫുൾ ആയി. ഉം. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി എനിക്കൊരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ഇതിനോട് ആഡ് ചെയ്ത് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഓ ഹൂറിമാരുടെ കാര്യം പറഞ്ഞപ്പോ, ഫിലോസഫി. ആ ഈ ആ പറയണേ. സ്വർഗത്തിൽ ഹൂറന്മാരുണ്ടെന്നുണ്ടെങ്കിൽ പിങ്ക് എക്സ് മുസ്ലിം ആവുമായിരുന്നോ? അത് ചെലപ്പോ ആവൂലായിരുന്നു. അതെ, അത് ഡീപ്പ് ക്വസ്റ്റ്യൻ ഫുള്ളും ആണല്ലേ. ഫുള്ളും ത്രികോണ മധ്യ ചർച്ച ഫുള്ളും വളരെ. അല്ല, ശരിക്കും അത് ആ, ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു പഠിച്ചെന്നാണ് ഒരു അർത്ഥം അല്ലേ? അതിന് പോലും മുമ്പ് നമ്മൾ അതാണ് കൺസിഡർ ചെയ്യുന്നില്ല. എന്തെങ്കിലും നമുക്ക് ഹൂറന്മാർ വിട് നമ്മള് ഏതെങ്കിലും രീതിയിൽ പരിഗണിച്ചിരുന്നെങ്കിൽ ഉം. അല്ലെ, ഉം. നീ പറഞ്ഞത് തന്നെ, നമുക്കും ഈക്വൽ ആയിട്ട് ഈ മതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. നമ്മളൊരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാതെ ഒരു പീപ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു മതമായിരുന്നെങ്കിൽ ചിലപ്പോ നമ്മൾ വിടൂലായിരുന്നു. അതെ, തീർച്ചയായിട്ടും അതൊരു പോയിന്റ് ആണ് കേട്ടോ. നമ്മളൊരു ഇസ്ലാമിക് ഫെമിനിസം ലൈൻ പിടിച്ച് പോയേനെ അല്ലേ. പോയേനെ. ഉം. ഇത് അമ്മാതിരി നമ്മളെ അത്രയും ഒരു പട്ടിയുടെ അല്ല, ശരിക്കും ലിറ്ററലി പട്ടീനെ പോലെയാണ് അത് സ്ത്രീകളെ ജനിക്കുന്നത്. പറയുന്നുണ്ടല്ലോ, അതെ. നിസ്കാരം മുറിയുന്നത് പെണ്ണിനെ കാണുമ്പോഴും കഴുതേനെ കാണുമ്പോഴും. അങ്ങനല്ലേ? ഉം. പട്ടിയാണോ കഴുതയാണോ പട്ടിയാന്ന് ഏതോ തോന്നുന്നുണ്ട്. രാനും. പട്ടി. ഉം. അപ്പം ഇങ്ങനെയൊക്കെ എഴുതാതെ ഇരുന്നൂടെ? ഉം. എഴുതാതിരിക്കാൻ പറ്റുമോ? ഇല്ല പറ്റില്ല. അല്ലേ. അതാ ചോദ്യമൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നു. ഇനി മറ്റ് ഉം. എക്സ് മുസ്ലിം വുമണായിട്ട് ഒരു കമ്മ്യൂണിറ്റി തുടങ്ങണം, അല്ലെങ്കിൽ വേറെ എക്സ് മുസ്ലിം വുമണായിട്ട് കണക്ട് ഉം. ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അതിനെ കണക്ട് ചെയ്യുന്നുണ്ടോ? അത് എനിക്കൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളറിയാം. ആരാണത്? ആ ആ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്, വിക്കാസ് പാത്തു. ആ ആ, എനിക്കങ്ങോട്ട് സുഖിച്ചു സുഖിച്ചു. ഇനി ഞാൻ നിങ്ങളെ പൊക്കാം, എന്നെ പൊക്കി സുഖിക്കും. എനിക്ക് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാക്കണം ഉം. അങ്ങനെയൊക്കെ. കാരണം ഈ ഒരു എന്താ പറയാ, ഈ ഒരു ഫിലോസഫി തന്നെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ വേറെ പല കാര്യങ്ങളിലും ഓട്ടോമാറ്റിക്കലി ലൈൻ ആവും. അപ്പൊ ഉം. നമ്മൾ സിമിലർ ആയിട്ട് ചിന്തിക്കുമല്ലോ. ഉം. ഇപ്പൊ നമ്മൾ രണ്ടുപേരും തന്നെ പല ടോപ്പിക്സും ഡിസ്കസ് ഉം. ചെയ്തിട്ടുണ്ട് ഉം. ഓഫ്ലൈൻ അല്ലെ. ഉം. നമ്മുടെ തോട്ട്സ് ഒക്കെ ഒരുപാട് സിമിലർ ആണ്. അതെ. കാരണം ഈ ഒരു ബേസ് നിന്നാണല്ലോ പിന്നെ ഉം. ഫോർവേഡ് അല്ലെ. ഉം. അപ്പൊ ഇതുപോലുള്ള വേറെ സ്ത്രീകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിലൊക്കെ നല്ല ഉം. താല്പര്യം. പക്ഷെ ഇല്ല, എനിക്കാരും അങ്ങനെ പരിചയമില്ല. ഉം. ഉം. എനിക്ക് കുറച്ച് പേര് പരിചയമായിട്ട് വരുന്നുണ്ട്. സോ അവരെല്ലാരും ഈ ചാനലിൽ കൊണ്ടുവരുന്നതാണ്, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉം. ആഗ്രഹം. ആ സോ നിങ്ങളൊരു എന്നിട്ട് എക്സ് മുസ്ലിം നമുക്കൊരു ആണെങ്കിൽ, ട്രിപ്പ് പോകണം. നമുക്കൊരു യെസ്, ട്രിപ്പ് പോകണം, ഒരു എക്സ് മുസ്ലിം വിമൻസ് ട്രിപ്പ്. ആ ട്രിപ്പിൽ ഫുള്ള് ഖുറാനായിരിക്കും, ഖുറാൻ ബ്ലാസ്റ്റിംഗ് ആയിരിക്കും. ഞാൻ വിചാരിച്ച ആ ട്രിപ്പില് ഫുള്ളും ഖുറാൻ പാരായണമായിരിക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നീ അല്ല, പിങ്കിന് പിങ്കിന് എത്ര സുഹൃത്ത് കാണാതറിയാം? എനിക്ക് ഒക്കെ മറന്നു വയ്ക്കണം. ഉമ്മ അറിയില്ലേ? ഫാത്തിഹ അറിയോ? ആക്ച്വലി ഞാൻ ഇതിപ്പോഴും ഇത് വിറ്റ് മറ്റേ ഇതില്ലേ, കുൽഹു അല്ലാഹു ആദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്. അത് ഞാൻ ഇപ്പോഴും ചിലപ്പോ പറയാം. എന്താ കാരണം, നമ്മൾ ചെറുപ്പത്തിൽ ഉറക്കം വരാതെ അല്ലെങ്കിൽ ഇങ്ങനെ പേടി സ്വപ്നമൊക്കെ വരുമ്പോ ഉമ്മ പറഞ്ഞ ഇത് കുൽഹു അല്ലാഹു പറഞ്ഞു. അപ്പൊ നമുക്കതിന്റെ അർത്ഥം അറിയില്ല ശരിക്കും. നമ്മളെ വെറുതെ ഇങ്ങനെ ജിബറിഷ് ആയിട്ട് പറയുന്നു. അതിന് പകരം ബ്ലാ 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 എന്ന് പറഞ്ഞാലും നമ്മൾ ഉറങ്ങിപ്പോവില്ല. അത് ഞാൻ ചിലപ്പോ ഇപ്പോഴും പറയാം. ആ ഒരു ശീലത്തിന് പുറത്ത് അത് ഇപ്പോഴും അത് പറഞ്ഞ 2-3 പ്രാവശ്യം അത് പറഞ്ഞൊക്കെ ഉറങ്ങിപ്പോവും. ഞാൻ ആയത്തിനെ കുറിച്ച് പറയാറ്. ശരി. അപ്പൊ ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ അങ്ങനൊക്കെ ഉണ്ട്. ഒന്നും ഓർമ്മയില്ല. പിന്നെ അല്ലാതെ ഒന്നും ഓർമ്മ. ആയിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ പിങ്കിന്റെ സിറ്റുവേഷനിലുള്ള ആൾക്കാർ, ഇസ്ലാം വിടുന്നവര്, അതുപോലെ അങ്ങനത്തെ ഈ ഒരു സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് എന്താണ് പിങ്കിന് അഡ്വൈസ് കൊടുക്കാനുള്ളത്? ആദ്യമായിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾ
നിങ്ങൾ റെഡിയാണോ, മാനസികമായിട്ട് നിങ്ങൾ റെഡിയാണോ? കാരണം ഇത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പല ബന്ധങ്ങളും ഇല്ലാതാവും, ഉം, നിങ്ങൾ ലോൺലി ആവും. ഉം, അപ്പൊ അതിന് നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത്. ഉം, അതിന് കുഴപ്പമില്ലെങ്കിൽ മാത്രം അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾക്ക് ആരുടെ സഹായം ഇല്ലാതെ സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ജോലി ഉം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം. ഉം, കാരണം നിങ്ങളെ ഒറ്റപ്പെടുത്തും നിങ്ങളുടെ സമൂഹം. നിങ്ങൾ വിചാരിക്കാത്ത, നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പേരൻസ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. ഇല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ഉം, അല്ലേ? അപ്പം അതെ. ആ ഒരു ബി റെഡി ടു ബി ലോൺലി ആൻഡ് ബി റെഡി ടു സപ്പോർട്ട് യുവർ സെൽഫ്. ആ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രം നിങ്ങൾ വിടുക. അല്ലെങ്കിൽ നിങ്ങൾ മുനാഫിക്കായിട്ട് മോഡറേറ്റ് ആയിട്ട് പോയിക്കോളുക. അതെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവരും മതം വിടണമെന്നൊന്നും ഇല്ല. ഉം, അതിന്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ റിഫോം നടത്താൻ പറ്റും. ഉം, ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കെങ്കിലും നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉപദേശിച്ചിട്ട് അവരെങ്കിലും നിങ്ങൾക്ക് എക്സ് മുസ്ലിംസ് ആക്കാൻ പറ്റുമെങ്കിൽ അതെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. ഉം, എല്ലാരും മതം വിടേണ്ട ആവശ്യമൊന്നുമില്ല. അതെ. ഓക്കെ, ഉം. നല്ല നല്ല ഉപദേശമാണ് അല്ലെ. ചാടിത്തുള്ളി വിടേണ്ട ആവശ്യമില്ല. നന്നായി അതന്നെ, തീരുമാനിച്ച് ചിന്തിച്ച് മാസ്ക് ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ വരിക. മാസാക്കട്ടെ വരാം. പിന്നെ പിന്നെ ഈ നിങ്ങൾ വിടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. അവർ നമ്പർ ഇസ് 2255. അല്ലെങ്കിൽ ഇക്കാസ് പാത്തില് പിന്നെ ചെയ്യാം, അല്ല. എല്ലാരും എന്റെ നെഞ്ചത്തോട്ടാണല്ലോ ഈശ്വര. അപ്പൊ ഇനി ഇത് എന്നെ കൊണ്ട് ഇത്രയൊക്കെ ഇത്ര പറ്റുള്ളൂ. പണി തീരുമ്പോ തീരുമ്പോ പണി തരാൻ. ആ. ഈ സംസാരിക്കാനുള്ള ആഗ്രഹം അയ്യോ, നീ എന്റെ പേര് അയ്യോ പറഞ്ഞു. അമ്മച്ചിയെ ലൈവല്ലല്ലോ ശിവനെ. ഞാൻ ഇതിനകത്ത് പോലെ പോകുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാം. എന്റെ തന്നെ യങ്ങർ ഉം, സെൽഫിനോടോ? ഉം, അങ്ങനെയാണെങ്കിൽ നമ്മൾ ടൈം ട്രാവൽ ഒക്കെ ചെയ്തു പോയിട്ടല്ലേ. ഉം, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാ, ആ, എനിക്ക് കുറെ ഇൻസ്റ്റിങ്സ് ഉണ്ടായിരുന്നു ഇതൊക്കെ പൊട്ടത്തരാന്ന്. ഉം, പക്ഷെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഉം, അപ്പൊ യങ്ങർ സെൽഫിനോട് പറയും, നിന്റെ ഇൻസ്റ്റിങ്സ് ഒക്കെ കറക്റ്റ് തന്നെയാണ്, ആരെയും പേടിക്കണ്ടെന്ന് ഞാൻ പറയും. ഉം. പിന്നെ വലുതായ നീ ഭയങ്കര അടിപൊളിയാവുമെന്ന് ഞാൻ പറയും. കാരണം അതൊക്കെ പറയാലോ. അതൊക്കെ അങ്ങനെ തള്ളാലോ. ഓക്കെ. ഈ ഇനിയിങ്ങനെ ഇനി ബാക്കിയുള്ള യങ് ഗേൾസിനോടാണ്. എന്ന് വെച്ചാല് ഉം. എന്തായിരിക്കും ഈ എക്സ് മുസ്ലിം വിമൺ അല്ലെങ്കിൽ ഇസ്ലാമിന് ഡൗട്ട് ചെയ്യുന്ന യങ് ഗേൾസിനോട് പറയാനുള്ളത്? യങ് ഗേൾസിനോട് ഞാൻ ഒരു ചോദ്യമാണ് ചോദിക്കാം. ഉം, നിങ്ങൾ ഈ മതം സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നത് നിങ്ങൾ ആ മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ പേടിച്ചിട്ടാണോ? ഉം, ഈ ഒരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കാം. ഉം, പേടിച്ചിട്ടാണെന്നായിരിക്കും മിക്കവാറും വരുന്ന ഉത്തരം. പേടിച്ചിട്ടാണെങ്കിൽ അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എന്തുകൊണ്ടായിരിക്കും ഒരു മതം നിങ്ങളെ പേടിപ്പിച്ച് ഒരു കാര്യത്തിൽ നിർത്തുന്നത്? ഉം, അതെന്തുകൊണ്ടായിരിക്കും? ഉം, അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുക എന്നതാണ്. എനിക്ക് അവരോട് അങ്ങനെ ഉപദേശമായി ഞാൻ ഉപദേശിയാവുന്നില്ല. ഉം, പിന്നെ നിങ്ങൾക്ക് പല ചോദ്യങ്ങളും, ചെറിയ കുട്ടികളാണെങ്കിലും ടീനേജേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് പല ചോദ്യങ്ങളും വരും. ഉം, അപ്പൊ നിങ്ങൾ ചോദ്യങ്ങളെ സപ്രസ് ചെയ്യാതെ ആ ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പൊ നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഉം, ഇപ്പം എക്സ് മുസ്ലിംസ് കേരളത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അവർക്ക് യൂട്യൂബ് ചാനലുകളുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ പോയിട്ട് ചോദിക്കാം. ഹിക്കാസ് പാത്തുവിന് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഇപ്പൊ ആരിഫ് അലി, അക്കത്ത് ജബ്ബാർ മാഷി, ഇവരെയൊക്കെ കേൾക്കുക. അതിൽ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ടോ അവരെ വിളിച്ചിട്ടോ എങ്ങനെയെങ്കിലും ചോദിക്കാൻ ശ്രമിക്കുക. അതെ. എന്ന് ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. so I will say, encourage asking questions. Never stop asking questions. ഓക്കെ, ഓൺ ദാറ്റ് ഗ്രേറ്റ് നോട്ട് താങ്ക് യു സോ ഉം. മച്ച്. ഈ ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്തതിലും പിന്നെ എല്ലാ അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നല്ലോണം ഉത്തരം ഒന്നാണ്ട് പറയാൻ പറ്റിയില്ല. അത് നല്ല നല്ല ഉത്തരമായിരുന്നു, നല്ല ഉത്തരങ്ങളായിരുന്നു. നല്ല ചോദ്യങ്ങളായിരുന്നു. അതെ. നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ സമൂഹം ഒരുപാട് മാറണല്ലേ ഇനിയും നമ്മളെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ് മുസ്ലിം വുമൺ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് തോന്നിയ പോലെ നടക്കാൻ മാറും. എനിക്ക് അനുവദിക്കാൻ പറ്റില്ല. പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയുണ്ട് എനിക്ക് മാറും. കൂടുതൽ പേര് മുന്നോട്ട് വരണം. പുതിയ കുട്ടികളൊക്കെ മുന്നോട്ട് വരണം. ഇപ്പൊ തന്നെ പലരും മതത്തിനൊക്കെ കളിയാക്കുന്നതെങ്കിലും കുറെയൊക്കെ നോർമൽ ആയിട്ടുണ്ട്. അതന്നെ ഒരു വലിയ ചേഞ്ച് ആണ്. പണ്ട് നമ്മൾ മതത്തിനെ കളിയാക്കിയിട്ട് അയ്യോ എന്തെങ്കിലും പറയാൻ പറ്റുമോ?
അപ്പൊ അതന്നെ ഒരുപാട് മാറിയില്ലേ. അപ്പൊ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് പുതിയ തലമുറയില് മുന്നോട്ട് വരിക നിങ്ങള്. അതെ. ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ ക്രിസ്മസ് കരോളില് കൃഷ്ണനും യേശുവും എല്ലാവരും ഉം. ഉണ്ടായിരുന്നു, മുഹമ്മദ് മാത്രമില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഇനി ഭാവി തലമുറയിൽ മുഹമ്മദിനെയും കോസ്പ്ലേ ചെയ്യാൻ പറ്റട്ടെ അല്ലേ? അങ്ങനത്തെ അതെ, ഒരു കിനാശേരി നമുക്ക് തീർച്ചയായിട്ടും സ്വപ്നം കാണാം. സ്വപ്നം കാണാം. അത് നമുക്ക് ഒരുമിച്ച് സ്വപ്നം എല്ലാ കാണാം. കോമഡിയൊക്കെ എടുക്കാൻ പറ്റട്ടെ ആളുകൾക്ക്. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്.